ചെയ്തു. അന്ന് ശ്രദ്ധാപൂർവം എന്നെ അരമണിക്കൂറോളം സമയം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് റിപ്പോർട്ടർ ടി വിയുടെ MD ശ്രീ ആൻഡോ അഗസ്റ്റിൻ സാർ കേൾക്കുകയും ഞാൻ പറയുന്നതിൽ ഒരു ശരിയുണ്ട്, എനിക്കപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ, തിരുവനന്തപുരത്ത് തുടരേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്, അനിവാര്യതയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് അതേസമയം തന്നെ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ സാർ മുഖേനയാണ് റിപ്പോർട്ടർ ടി വിയിലേക്ക് എത്തുന്നത്. ഉണ്ണി സാർ, സ്മൃതിയുണ്ട്, സുജയുണ്ട്, ഇവർക്കൊക്കെ ബോധ്യപ്പെടുകയും അവർ അനുതാപപൂർവ്വം ആ ആവശ്യം പരിഗണിക്കുകയും ഞാൻ അവരുടെ അനുമതിയോടുകൂടി റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മാറി നിൽക്കുകയുമാണ് ഉണ്ടായത്. അത് ആ സമയത്ത് ഈ വർഷം തന്നെ തപോമയിയുടെ അച്ഛൻ വായിച്ച് ഞാനാകെ ട്രോമയിലായിപ്പോയി. പട്ടുനൂൽപ്പുഴു, അഖേദ, അങ്ങനെ ഒരുപാട്, ആപ്രേയകം, ഈ വർഷം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് നോവലുകൾ പിറന്നു. ഇതിനു മുന്നിൽ ഞാനെന്തെഴുതാൻ എന്ന ഒരു ചോദ്യമാണ് എന്നെ വല്ലാതെ അലട്ടിയത്. പക്ഷേ എഴുതി തുടങ്ങി, അത് ഞാനറിയാത്ത വഴികളിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 5 സ്ത്രീകളാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സുബീഷേട്ടനെ സംബന്ധിച്ച് ഇന്ത്യ വിഷനിൽ നിൽക്കുമ്പോൾ വളരെ വിശുദ്ധനാക്കപ്പെടുകയും അതിന് പിന്നാലെ ജനൻ ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ജനൻ ടി വിയുടെ ഒരു നിലപാടേ ഉള്ളൂ, അല്ലെ സുബീഷ് തെക്കൂട്ടിൻ്റെ നിലപാടല്ല അവിടെ ചർച്ച ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വ്യക്തിപരമായ നിലപാടുകളല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജനൻ ടി വിയിൽ വർക്ക് ചെയ്യുന്നു, ജനൻ ടി വിയിൽ നിന്ന് ഇറങ്ങി ഫോർത്തിലേക്ക് പോകുന്ന സമയത്താണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. മീഡിയ പീഡിയയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ സുബീഷ് തെക്കൂട്ടാണ്. സുബീഷേട്ടാ, സ്വാഗതം. മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയയിൽ ഇന്ന് താങ്കളാണ് നമ്മുടെ അതിഥി. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. 2008 TCV കാലത്ത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതാണ്. പക്ഷേ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ അഭിമുഖം ഇരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ പരിചയപ്പെടുന്നത് CCTVയിൽ നിന്നും TCVയിലെത്തി മാധ്യമ പ്രവർത്തന രംഗത്ത് താങ്കൾ എന്നെക്കാളും കുറേ ദൂരം മുന്നേറിയിട്ടുണ്ട്. ഞാൻ വളരെ തുടക്ക കാലഘട്ടം, അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. സുബീഷേട്ടൻ അതിനുശേഷം പിന്നീട് കേരള വിഷനിലേക്ക് പോയി, കേരള വിഷനിൽ നിന്ന് ഇന്ത്യ വിഷനിലെത്തി, ഇന്ത്യ വിഷനിൽ നിന്ന് ജനൻ ടി വിയിലെത്തി, ജനൻ ടി വിയിൽ നിന്ന് പിന്നെ ഫോർത്തിൽ കുറച്ച് റിപ്പോർട്ടർ TV, അങ്ങനെ പല മാധ്യമ സ്ഥാപനങ്ങളിലൂടെ പല മാധ്യമ പ്രവർത്തന രംഗങ്ങളിലൂടെ കടന്നുപോയി. വാർത്താ അവതാരകനായിരുന്നു. നിലവിൽ ഒരു മാധ്യമങ്ങളിലും ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു മാധ്യമ രംഗത്ത് സുബീഷ് തെക്കൂട്ട് എന്നുള്ള ഒരു മുഖം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അത് മനഃപൂർവ്വം ഒരു അവധിയെടുത്തതാണോ, അതല്ലെങ്കിൽ എഴുത്തിലേക്ക്? സുബീഷേട്ടനെ സംബന്ധിച്ച് സുബീഷേട്ടൻ ഒരു എഴുത്തുകാരനാണ്, കവിതകൾ എഴുതാറുണ്ട്, ലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണോ, അതല്ലെങ്കിൽ ഒരു ഇടവേള, നമ്മൾ ഏതൊരു ജോലിയും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു മടുപ്പ്, ഒരു മുഷിച്ചിലൊക്കെ അനുഭവപ്പെടും, അതുകൊണ്ടാണോ? എന്താണ് ഇപ്പോഴുള്ള ഈ ഒരു ബ്രേക്കിന് കാരണം? ആദ്യമേ തന്നെ ജെപ്പിൻ, ഈ സുബീഷേട്ട എന്നുള്ള വിളിക്ക് വലിയ സന്തോഷം, താങ്ക്സ്. കാരണം ഒരു ഇൻ്റർവ്യൂ അങ്ങനെ ഔപചാരികതകളില്ലാതെ സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ തന്നെ പലരെയും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഞാനതിൽ ഔപചാരികതയുടെ ഒരു ഭാരം വല്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇൻഫോർമലായിട്ട് ഒരു സംഭാഷണം, എനിക്കിതൊരു സ്റ്റുഡിയോയ്ക്കകത്ത്, ഇപ്പോൾ ജെബിൻ തുടങ്ങിയ സ്റ്റുഡിയോ ആണ്, വളരെ മനോഹരമായ കംഫർട്ടായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സ്റ്റുഡിയോ ആണ്. പക്ഷേ ഞാൻ ജെബിനോട് സംസാരിക്കുന്നത് പണ്ട് നമ്മൾ തൃശ്ശൂർ TCVയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കാലത്ത് ഏതോ ഒരു രാത്രിയിൽ ഏതോ ഒരു വയൽക്കരയിൽ നമ്മൾ പോയിരുന്ന് ജെബിൻ അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് എനിക്ക് പാടിത്തരികയും ചെയ്ത ആ രാത്രിയിൽ എങ്ങനെയാണോ നമ്മൾ ജൈവികമായി ഊഷ്മളമായി ഔപചാരികതകൾ ഒന്നുമില്ലാതെ സംസാരിച്ചത്, അതുപോലെ സംസാരിക്കാൻ എനിക്കിതാ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നു എന്നുള്ള വർദ്ധിച്ച ആനന്ദത്തോടെയാണ് ഞാൻ ജെബിന് മുന്നിൽ ഇരിക്കുന്നത്. അത് മറ്റൊരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് എനിക്ക് ഈ ഇൻ്റർവ്യൂ തീരും വരേക്ക് തോന്നുകയില്ല എന്നുള്ളതും എൻ്റെ ഉറപ്പാണ്. പിന്നെ ജെബിൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ TVയിലായിരുന്നു. റിപ്പോർട്ടർ TVയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു സന്ദർഭം, അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ്. ജെബിനറിയാമല്ലോ, ഞാനന്ന് റിപ്പോർട്ടർ TVയിൽ കൊച്ചിയിൽ കളമശ്ശേരിയിൽ, കാവ്യ അന്ന് തിരുവനന്തപുരത്ത്, വൈഫ്.
അവൾ കൈരളിയില്ല. അവർ രണ്ടുപേരും രണ്ടിടത്തായിരുന്നു. വളരെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പെട്ടെന്ന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരികയും തിരുവനന്തപുരത്ത് തന്നെ തുടരേണ്ടി വരികയും ചെയ്തു. അപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ ഞാൻ അന്ന് ജോയിൻ ചെയ്തിട്ട് അധിക സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിട്ടിറങ്ങി പോരേണ്ട ഒരു സന്ദർഭം വരികയും അത് ഞാൻ മാനേജ്മെൻറ്റിനെ ധരിപ്പിക്കുകയും ചെയ്തു. അന്ന് ശ്രദ്ധാപൂർവം എന്നെ അരമണിക്കൂറോളം സമയം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് റിപ്പോർട്ടർ ടി വിയുടെ MD ശ്രീ ആൻഡോ അഗസ്റ്റിൻ സാർ കേൾക്കുകയും ഞാൻ പറയുന്നതിൽ ഒരു ശരിയുണ്ട്, എനിക്കപ്പോൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ, തിരുവനന്തപുരത്ത് തുടരേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്, അനിവാര്യതയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് അതേസമയം തന്നെ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ സാർ മുഖേനയാണ് റിപ്പോർട്ടർ ടി വിയിലേക്ക് എത്തുന്നത്. ഉണ്ണി സാർ, സ്മൃതിയുണ്ട്, സുജയുണ്ട്, ഇവർക്കൊക്കെ ബോധ്യപ്പെടുകയും അവർ അനുതാപപൂർവ്വം ആ ആവശ്യം പരിഗണിക്കുകയും ഞാൻ അവരുടെ അനുമതിയോടുകൂടി റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മാറി നിൽക്കുകയുമാണ് ഉണ്ടായത്. അത് ആ സമയത്ത് ഒരു അനിവാര്യതയായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എഴുത്തിൽ ജബിൻ പറഞ്ഞതുപോലെ കുറേ കൂടി സജീവമാകുന്നു, വായിക്കാൻ തുടങ്ങുന്നു, വീണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങുന്നു. ഈ ഏകദേശം എനിക്ക് തോന്നുന്നു 25 വർഷത്തോളം ദൃശ്യമാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചതിനിടയ്ക്ക് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ വായനയും എഴുത്തും ഒക്കെയാണ്. ന്യൂസ് ഡെസ്കിലെ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നാണ്, മറ്റൊന്നാണ്. അവിടെ ഈ എഴുത്ത്, വായന, അതിനൊന്നും വലിയ സ്പേസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എഴുത്തിലേക്കും വായനയിലേക്കും വീണ്ടും കടന്ന് വന്നപ്പോൾ അതെന്നെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുകയും ഞാൻ അതിൽ വീണുപോവുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ കവിതകൾ എഴുതാൻ തുടങ്ങി. ആ കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. മാതൃഭൂമി പുസ്തകം ഇറക്കാൻ തയ്യാറാകുന്നു, വെള്ളാർമല GVHSS എന്നുള്ള പേരിൽ. പിന്നെ ഒരു നോവൽ എഴുത്ത് ആരംഭിക്കുന്നു. അതെ അതിപ്പോൾ ഏതാണ്ട് എഴുതി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകം എന്നെ ആഹ്ലാദിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്കിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞാൻ മാത്രമായിരിക്കുന്ന ഈ ഒരു നേരമുണ്ടല്ലോ, ഇവിടെ ഞാൻ വളരെ കംഫർട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. എനിക്ക് എല്ലാ മാസവും 31-ാം തീയതി കൃത്യമായി അക്കൗണ്ടിലേക്ക് വന്നിരുന്ന ആ ഭാരിച്ച തുക ഇപ്പോൾ വരുന്നില്ല, അതൊക്കെയുണ്ട്. പക്ഷെ അതിനപ്പുറം വ്യക്തിപരമായിട്ട് എഴുത്തിലൂടെ, വായനയിലൂടെ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. പ്രഷർ ഇല്ല, ഇപ്പോൾ പ്ലഷറുണ്ട്. അപ്പോൾ ആ പ്ലഷർ കുറച്ചു കാലം കൂടി തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് തൽക്കാലം. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യമാധ്യമ മേഖലയിൽ നമുക്ക് നന്മ, നിഷ്പക്ഷത എന്നൊന്നും പറയാനേ പറ്റില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൃശ്യമാധ്യമ മേഖല. കാരണം ഈ ഒരു റേറ്റിങ്ങിൽ എങ്ങനെ ഇടം പിടിക്കാം, ആ ഇടം എങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാം എന്നുള്ള ആലോചനകളിലാണ് ഓരോ നിമിഷവും ദൃശ്യമാധ്യമ മേഖലയിൽ, പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും. അപ്പോൾ അവിടെ അതിനൊക്കെ അപ്പുറത്ത് മാനവികതയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ തുടർന്നും എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ തിരിച്ചെത്തിയേക്കാം. തീർച്ചയായും സുബീഷ് തെക്കൂട്ട് എന്ന മാധ്യമപ്രവർത്തകന് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട സ്വാതന്ത്ര്യവും പരിഗണനയും ഒക്കെ നൽകുന്ന ഒരു മാധ്യമ സ്ഥാപനം വിളിക്കുമ്പോൾ അത് നമുക്ക് കൂടി അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പഴയ തൊഴിലിടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷം അവിടേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നോവൽ എഴുതുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, നാടകാന്തം കവിത്വം എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാളും വളരെ ഒരു പുതിയ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഒരു ടാസ്ക്കുള്ളൊരു ജോലി തന്നെയാണ് ഒരു നോവൽ എന്ന് പറയുന്നത്. ആദി മധ്യാന്ത പൂർണ്ണതയുള്ള ഒരു നോവൽ, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്ത് അതിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും അതിൻ്റെ നടുവിലുള്ളൊരു വികാസവും ഒക്കെ എഴുതുക എന്ന് പറയുന്നത് ഒരു കവിത എഴുതുന്നതിനേക്കാൾ ഭാരിച്ച ഒരു ജോലിയാണെന്നാണ്, വലിയ ഒരു മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ആദ്യത്തെ കവിതാ സമാഹാരം ഇപ്പോൾ തേനാരി, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. വെള്ളാർമല ഇപ്പോൾ വലിയ സ്വീകാര്യതയോടെ നമ്മുടെ അനുവാചകർക്ക് മുന്നിലുണ്ട്. അതിനുശേഷമാണ് നോവലിലേക്ക് നമ്മൾ വരുന്നത്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇതുവരെ എഴുതി ശീലിച്ച ഒന്നല്ല. നമുക്ക് മുന്നിലാണെങ്കിൽ നമ്മൾ വായിച്ചു തീർത്ത വളരെ ഹൃദ്യമായിട്ടുള്ള ഒരുപാട് നോവലുകൾ ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഭ്രമിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാധ്യമരംഗത്ത് വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ച് മറ്റൊരു മാധ്യമ സ്ഥാപനത്തോടുള്ള ഒരു മത്സരബുദ്ധി അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നല്ലൊരു നോവൽ നമുക്കും എഴുതാൻ കഴിയണമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ അതിലിരിക്കുക. പക്ഷേ ഈ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഒരു നോവൽ ആദ്യമായി രചിക്കുന്ന ഒരു രചയിതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്? ഒരു നോവൽ എഴുതണം എന്നുള്ളൊരു പ്ലാനൊന്നും മനസ്സിലാദ്യം ഉണ്ടായിരുന്നില്ല. ഫിക്ഷനിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞ ചിലരുണ്ട്. കവിതയിൽ നിന്നുകൊണ്ട് തന്നെ നീ കഥയും എഴുതടാ, നോവൽ എഴുതടാ. കവിതകളൊന്നും ഇപ്പോൾ അധികം ആരും വായിക്കുന്നില്ല, കവിതാ സമാഹാരങ്ങളൊന്നും അധികം വിറ്റുപോകുന്നില്ല. വെള്ളാർമല GVHSS പക്ഷേ പുറത്തിറങ്ങി 15-ാമത്തെ ദിവസം
2ാം പതിപ്പിലേക്ക് മാതൃഭൂമി എത്തിച്ചേരുകയുണ്ടായി. അതൊക്കെ ഒരു അപൂർവമായിട്ടുള്ള സന്ദർഭമാണ്. ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ, വായനക്കാർ അതൊക്കെ അത് ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സ്വീകാര്യത എല്ലാ കവിതാ പുസ്തകങ്ങൾക്കും കിട്ടിയെന്ന് വരില്ല. എൻ്റെ തന്നെ ഇനി അടുത്ത ഒരു കവിതാ സമാഹാരത്തിന് അത് കിട്ടിയെന്ന് വരില്ല. എന്നോട് നോവൽ എഴുതാൻ പ്രേരിപ്പിച്ച 2 പേർ, ഒരാൾ കൽപ്പറ്റ നാരായണ മാഷ് തന്നെയാണ്. മാഷ് എൻ്റെ ഒരു കാവ്യഗുരുവാണ്. മാഷൻ്റെ അടുത്ത് പറഞ്ഞു, കവിതയിൽ നിന്നുകൊണ്ട് തന്നെ നീ നോവൽ എഴുതാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ മടി പിടിച്ചിരുന്നു. എങ്ങനെയാണ് നോവൽ എഴുതുക? കാരണം അതിൻ്റെ ഒരു രസതന്ത്രം നമുക്കറിയില്ല. വായിച്ച് വലുതായിപ്പോയ കുറേ നോവലുകളുണ്ട്. അതൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് എഴുതാൻ കഴിയുമോ? ഇപ്പോൾ ഈ വർഷം തന്നെ തപോമയിയുടെ അച്ഛൻ വായിച്ച് ഞാനാകെ ട്രോമയിലായിപ്പോയി. ആ വായിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളും പിന്നീടുള്ള ദിവസങ്ങളും. ഞാനെന്നിട്ട് ഈ സന്തോഷ് കുമാറിനെ വിളിച്ചു, സന്തോഷേട്ടനെ വിളിച്ചു. സന്തോഷേട്ടനാണ് വെള്ളാർമല GVHSS എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷനായി ഇരുന്നത്. ആ ഒരു അടുപ്പം സന്തോഷേട്ടനുമായിട്ടുണ്ട്. തൃശ്ശൂർക്കാരനാണല്ലോ. സന്തോഷേട്ടനെ വിളിച്ചു. സന്തോഷേട്ടൻ അന്നാണ് വയലാർ അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഉച്ചയ്ക്കാണ് ഞാൻ സന്തോഷേട്ടനെ വിളിക്കുന്നത്. സന്തോഷേട്ടൻ ആരുടെയും ഫോൺ എടുക്കുന്നില്ല. കാരണം അന്ന് മുഴുവൻ ചാനലുകളുടെ മുന്നിലാണ്, ബൈറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണിക്ക് ശേഷവും ഈ മനുഷ്യൻ ഓൺലൈനിലുണ്ട് എന്ന് കണ്ട് ആ മനുഷ്യൻ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്? കാരണം ഞാനിപ്പോഴും നോർമലായിട്ടില്ല. ആ നോവൽ വായിച്ച് അതിലൂടെ ജീവിച്ച് എനിക്കിപ്പോഴും നോർമലാകാൻ സാധിക്കുന്നില്ല. ഞാനതിൻ്റെ ട്രോമയിലാണ്. പക്ഷേ ഇത്രയും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ ലോകം തന്നെ സൃഷ്ടിച്ച ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കെങ്ങനെ ഇത്രയും നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു സന്തോഷേട്ടാ എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു. ചിരിയോടുകൂടി, നിറഞ്ഞ ചിരി മാത്രം മറുപടി നൽകി ആ രാത്രി ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇത്തരം നോവലുകൾ, പട്ടുനൂൽപ്പുഴു, അഖേദ, അങ്ങനെ ഒരുപാട്, ആത്രേയകം, ഈ വർഷം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് നോവലുകൾ പിറന്നു. ഇതിന് മുന്നിൽ ഞാനെന്തെഴുതാൻ എന്ന ഒരു ചോദ്യമാണ് എന്നെ വല്ലാതെ അലട്ടിയത്. പക്ഷേ എഴുതി തുടങ്ങി. അത് ഞാനറിയാത്ത വഴികളിലൂടെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 5 സ്ത്രീകളാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ 5 സ്ത്രീകളുടെ മനസ്സിലൂടെ ഞാൻ സഞ്ചരിച്ചു. അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും ഞാൻ സൂക്ഷ്മത പുലർത്തി. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം, അതിൻ്റെ വൈവിധ്യം, അവരുടെ ഉടയാടകൾ, അവരുടെ ആഭരണങ്ങൾ, അങ്ങനെ ആ രീതിയിലൂടെ ചിന്തകൾ പോയി. അവരുടെ ആശയപ്രപഞ്ചത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് എൻ്റെ തന്നെ ചില ആത്മകഥാംശം അതിൽ നിറയുകയും ഒക്കെ ചെയ്ത് പിന്നീട് അതൊരു 17 അധ്യായങ്ങൾ ഉള്ള ഒരു നോവലായി പരിണമിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അതൊരു നോവലായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് മാത്രമാണ് എൻ്റെ ഉത്തരം. ഞാൻ എന്തോ എഴുതി വച്ചിരിക്കുന്നു. ഇതുവരേക്കും ആർക്കും പ്രസാധകർക്കൊന്നും ഞാൻ നൽകിയിട്ടില്ല. അതൊരു നോവലായി എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടേണ്ടല്ലോ. ആദ്യം ഒരു എഴുത്തുകാരന് തന്നെ അത് ആദ്യം ബോധ്യപ്പെടണമല്ലോ അതൊരു നോവലായി തീർന്നുവെന്ന്. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് കരുതി അതവിടെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ നോവല് എഴുതിയതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സംതൃപ്തിയും ഒക്കെ സുബീഷേട്ടൻ്റെ ഈ വാക്കുകളിലും പറച്ചിലും ആ കണ്ണുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടി കൂടുതൽ പേരിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ്, കൂടുതൽ പേര് ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നല്ലൊരു പ്രസാധകൻ വരേണ്ടതുണ്ട്. അത് വരും, വരാതിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നല്ലൊരു പ്രസാധകനിലൂടെ ഈ നോവൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ. അതിൻ്റെ ഒരു ഊർജ്ജത്തിൽ കൂടുതൽ എഴുത്തുകൾ ഇനിയും നടക്കട്ടെ. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സുബീഷേട്ടനെ സംബന്ധിച്ച് സുബീഷേട്ടൻ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിഷയങ്ങളിൽ കുറിപ്പുകൾ ഇടാറുണ്ട്. പലതരത്തിലുള്ള ആനുകാലിക വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നത് ഈ എഴുത്തിലൂടെയാണ്. ഈ എഴുത്തിൽ അങ്ങനെയുള്ള സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്ക് മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായ രീതിയിൽ തന്നെ നമ്മളെ ആക്രമിക്കുന്നവരുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ സോഷ്യൽ മീഡിയ എഴുത്തിനെ എങ്ങനെയാണ് കാണുന്നത്? സോഷ്യൽ മീഡിയ മറ്റൊരു ലോകമാണ്. സോഷ്യൽ മീഡിയ എനിക്ക് മുറിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാറില്ല. പൊളിറ്റിക്കലായി ഉപയോഗിച്ചതിൻ്റെ പേരിലും പൊളിറ്റിക്കലായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ല, ഒരു ചാനൽ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചതിൻ്റെ പേരിലുമൊക്കെ എനിക്കൊരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഈ താർക്കികരുടെ സൈനിക താവളമാണ് എന്ന് ഈ സന്തോഷ് കുമാർ, സന്തോഷേട്ടൻ്റെ പേര് രണ്ടാമത് ഞാൻ കോട്ട് ചെയ്യുകയാണ്, ഈ സന്തോഷ് കുമാർ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
തർക്കത്തിൽ എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല. തർക്കിക്കാൻ വേണ്ടി തർക്കിച്ചിരുന്ന ചാനലുകളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അത്. തർക്കത്തിൽ ഇപ്പോൾ താല്പര്യമില്ലാത്തതിനാൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ തർക്കത്തിനായി ഉപയോഗിക്കാറില്ല. പകരം അനുകമ്പയും ആർദ്രതയും ഒക്കെ മാത്രമാണ് ഇനി ലോകത്തിന് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലോകത്ത് ജബിൻ ഇനി കണ്ടുപിടുത്തങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ടെക്നോളജി അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ വിനാശത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുന്നത്. നാം ഒക്കെയും ഒരു വട്ടമേശയ്ക്ക് ഇരുവശം ഇരുന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ലോകത്ത് എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എൻ്റെ അനിയൻ്റെ മകൻ യാച്ചുവിനെ, അവൻ്റെ പേര് യാഷ് എന്നാണ്, യാച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുക, അവനെ എൻ്റെ തോളത്തിരുത്തി ആന കളിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ യാദൃശ്ചികമായി എൻ്റെ അനിയൻ അത് പകർത്തുകയും ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ അന്ന് ക്യാപ്ഷനായിട്ടിട്ടത്, ഒരു കൊച്ചു കുഞ്ഞിനെ തോളത്തിരുത്തി ആന കളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒരാളുടെ ജീവിതത്തിലുള്ളൂ. ആ സമയം നമ്മൾ സന്തോഷിക്കുമല്ലോ, ആ സന്തോഷമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ലോകം അകന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു വട്ടമേശയ്ക്ക് ഇരുവശം ഇരുന്ന് തീർത്താൽ, സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്കപ്പുറം അത് മനുഷ്യൻ തന്നെ നിർമ്മിച്ച മാരകായുധങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ വിനാശത്തിന് കാരണമായി മാറ്റി. ഇപ്പോൾ ഗസയിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ലോകത്തോട്? ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? എന്നിട്ട് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. എത്രയോ 10,000-കണക്കിന് മനുഷ്യർ പലായനം ചെയ്യപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി, അവർക്ക് അച്ഛനില്ല, അമ്മയില്ല, അല്ലേ? അപ്പോൾ ലോകത്ത് ഇനി ടെക്നോളജി ഒന്നും ചെയ്യേണ്ടതില്ല. ലോകത്ത് അല്പം ആർദ്രതയുടെ കുറവുണ്ട്, അല്പം അനുകമ്പയുടെ കുറവുണ്ട്. ഡാർവിൻ ചെന്നെത്തിപ്പെട്ട ഒരു ദ്വീപിൻ്റെ പേരെല്ലാവർക്കും അറിയാം. ഗാലപ്പഗോസ് എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. ആ ദ്വീപിൽ ഡാർവിൻ എത്തിച്ചേരുകയും 13 കുരുവികളെ ആ ദ്വീപിൽ നിന്ന് കണ്ടെത്തി അവയിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അതിൽ നിന്നാണ് പിന്നീട് പരിണാമ സിദ്ധാന്തത്തിലേക്ക് ഡാർവിൻ എത്തിച്ചേരുന്നത്. പക്ഷേ ഇനി ആ 13 കുരുവികളിൽ പരീക്ഷണം നടത്തേണ്ട ഒരു കാര്യവും മനുഷ്യനില്ല. മനുഷ്യർ അങ്ങനെ പക്ഷികളിലും മൃഗങ്ങളിലും പരീക്ഷണം നടത്താൻ മനുഷ്യർക്ക് ആരും അനുമതി നൽകിയിട്ടില്ല. ഇനി ടെക്നോളജി ആവശ്യമില്ല. ഞാൻ ആ 13 കുരുവികളെയും തുറന്നു വിടുന്നു. ഇനി ലോകത്ത് ആവശ്യം, ജബിൻ, ഞാൻ ആവർത്തിക്കുന്നു, അല്പം ആർദ്രതയും അനുകമ്പയും മാത്രമാണ്. അതിനുവേണ്ടി മാത്രമേ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. പൊളിറ്റിക്കലി അത് ഉപയോഗിക്കാറില്ല. പൊളിറ്റിക്കലി ഇതാണ് ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ എഴുത്തിൻ്റെയും രാഷ്ട്രീയം അതുമാത്രമാണ്. ഇങ്ങനൊരു വാചകം പറയുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ രാഷ്ട്രീയം, ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോഴും അയാളുടെ വ്യക്തി രാഷ്ട്രീയവും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പരിപാടി എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കോട്ടിട്ട് അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കുന്ന വക്കീൽമാരെന്ന് പറയുമ്പോൾ ഒരു വക്കീൽ ചെയ്യുന്നത് തന്നെയാണ്. വക്കീൽ ഒരു പ്രൊഫഷണൽ ഒരു വക്കീലാണെങ്കിൽ അയാളെടുക്കുന്ന കേസുകളിലെ നൈതികതയോ നന്മയോ ഒന്നും അയാൾക്ക് പലപ്പോഴും അളക്കാൻ പറ്റില്ല. അയാളുടെ മുന്നിലെത്തുന്ന കക്ഷിക്ക് അയാൾ ആവശ്യപ്പെടുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ നിയമങ്ങളനുസരിച്ച് അതിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം അയാൾക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വക്കീലിന് മുന്നിലിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു ദൗത്യം മാത്രമേ ഈ പുതിയ കാലത്ത് നമുക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സുബീഷേട്ടനെ സംബന്ധിച്ച് ഇന്ത്യ വിഷനിൽ നിൽക്കുമ്പോൾ വളരെ വിശുദ്ധനാക്കപ്പെടുകയും അതിന് പിന്നാലെ ജനൻ ടി വിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ജനൻ ടി വിയുടെ ഒരു നിലപാടേ ഉള്ളൂ, അല്ലെ സുബീഷ് തെക്കൂട്ടിൻ്റെ നിലപാടല്ല അവിടെ ചർച്ച ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വ്യക്തിപരമായ നിലപാടുകളല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജനൻ ടി വിയിൽ വർക്ക് ചെയ്യുന്നു, ജനൻ ടി വിയിൽ നിന്ന് ഇറങ്ങി ഫോർത്തിലേക്ക് പോകുന്ന സമയത്താണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റിനെതിരെ നമ്മുടെ പൂർവാശ്രമം ചികഞ്ഞ് കൊണ്ടുള്ള ഒരു എതിർ പോസ്റ്റ് വരുന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് സത്യത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യം? അയാൾ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ മുമ്പ് പറയും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ
ആ കോർപ്പറേറ്റ് കമ്പനിക്ക് അനുകൂലമായിട്ടല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പണ്ട് സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ലീവ് എടുത്തിട്ട് വേറെ പണികൾ ഏർപ്പെടും. കവിത എഴുതുന്നവർ, കഥ എഴുതുന്നവർ, ഒരുപാട് സാഹിത്യകാരന്മാർ, നമ്മളറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ചില സമയത്ത് അവർക്ക് സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് ചില തീട്ടൂരങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അവർ പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരേ നിയമങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളാണ്. ഇതിനൊരു ഉദാഹരണം സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ വക്കീലിനോ മറ്റുള്ളവർക്കോ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഒരു നിലപാട്? ആ നിലപാട് പലയിടത്തും പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഈ പുതിയ സാഹചര്യത്തിൽ അത് ഈ പറഞ്ഞ കാര്യത്തിൽ ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല. കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലുള്ളൊരു നിലപാട് എങ്ങനെയാണ്? ഏത് ചാനലിനും ആ ചാനലിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അത് പ്രിൻ്റ് ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, ഏത് പത്രമായിക്കോട്ടെ, ചാനലായിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. നമുക്ക് അതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത ഒരു സന്ദർഭം വരുമ്പോൾ നമ്മളതിൽ നിന്നും ഇറങ്ങുക എന്നതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ചാനലിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താനൊന്നും സാധിക്കില്ല. ജനം ടി വിയിൽ എത്തിപ്പെടുകയായിരുന്നു ഇന്ത്യ വിഷൻ പൂട്ടിയ സമയത്ത്. ജീവിക്കണമല്ലോ, തൊഴിൽ വേണമല്ലോ എന്ന് കരുതി മാത്രം ജനം ടി വിയിൽ എത്തിപ്പെടുകയായിരുന്നു. ജനം ടി വി എന്നെ മാന്യമായി സ്വീകരിച്ചു. ജനം ടി വിയിൽ നിന്ന് എനിക്ക് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആസ് എ ജേർണലിസ്റ്റ് അവർ എനിക്ക് കൃത്യമായ ഒരു പരിഗണന നൽകിയിട്ടുണ്ട്. എനിക്ക് RSSുമായോ BJPയുമായോ വിദൂര ബന്ധം പോലും ഇല്ലായിരുന്നു, ഇപ്പോഴുമില്ല, അവിടെ ജോലി ചെയ്തിരുന്ന കാലത്തും ഇല്ല. പക്ഷേ ജെബിൻ പറഞ്ഞതുപോലെ നമ്മൾ ആ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവരുടെ ചർച്ചകൾ നയിക്കുമ്പോൾ പ്രേക്ഷകർ എന്ത് ധരിക്കും? ഇദ്ദേഹം BJPക്കാരനാണ്, ഇദ്ദേഹം RSSകാരനാണ് എന്ന് ധരിക്കുകയും ജനം ടി വിയുടെ പ്രേക്ഷകർ എന്നെ ആ രീതിയിൽ കാണുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും സുബീഷ് തെക്കൂട്ടായിട്ട് ജനം ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു നിമിഷം പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കോട്ട് ഇട്ട് മേക്കപ്പ് ഇട്ട് ചാനൽ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവരുടെ നിലപാട് മാത്രം പറയാൻ ബാധ്യസ്ഥരാവുന്നു എന്നേയുള്ളൂ. ആ കോട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ സാധാരണക്കാരനായിട്ടുള്ള ഒരു സാധു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പക്ഷേ നിർഭാഗ്യകരമായിരുന്നു. ആ ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് പല സന്ദർഭങ്ങളിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ജനം ടി വിയിൽ നിന്ന് എനിക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ആസ് എ ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സമൂഹത്തോട് ഞാൻ നീതി കാണിച്ചുവോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് വ്യത്യസ്തമായിട്ടുള്ള മറ്റു ഉത്തരങ്ങളിലേക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ അത്തരം ഉത്തരങ്ങൾ എൻ്റെ ഈ എഴുതി ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ട നോവലിൽ ഒരുപക്ഷെ കണ്ടേക്കാം എന്ന് മാത്രമേ ഞാൻ അക്കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നുള്ളൂ. ചില തിരുത്തലുകൾക്കൊക്കെ ആ സമയത്ത് നിർബന്ധിതനായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരേ ഒരു കാര്യം, മാധ്യമത്തിൽ ആരുടെ തോൽവി എന്ന പേരിൽ ഒരു കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഇറോം ശർമിള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സന്ദർഭം ജബിന് ഓർമ്മയുണ്ടാവും. ഇറോം ശർമിളയ്ക്ക് അന്ന് 87 വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അവർ തോറ്റുപോയി. അതായിരുന്നു ഈ കവിതയുടെ വിഷയം. പക്ഷേ ആ കവിത അവസാനിപ്പിക്കുന്നത് തോറ്റത് രാജ്യമാണ് എന്നുള്ള ഒരു വരിയോടുകൂടിയാണ്. ആ വരി വളരെ പ്രശ്നമാവുകയും എന്നെ RSSൻ്റെയും BJPയുടെയും വളരെ മുതിർന്ന ഒരാൾ, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുമായുമൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ആൾ എന്നെ വിളിക്കുകയും, സുബീഷ് ജനം ടി വിയുടെ ഒരു ഫേസാണ്, സുബീഷ് ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് മാധ്യമം പോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. സ്നേഹത്തോടു കൂടിയുള്ള ഒരു ശാസനയായിരുന്നു അത്. അപ്പോൾ എനിക്കതിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ജനം ടി വിയെ കുറ്റപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും അത് ശരിയാണ്. അവരുടെ ഐഡിയോളജിക്ക് നിരക്കാത്ത ഒരു കാര്യം ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ അവർ ഇടപെട്ടേക്കും. അപ്പോൾ അത്തരം സാഹചര്യം നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. അത്തരം ചില ചിന്തകളാണ് ഒടുവിൽ എന്നെ ജനം ടി വി വിടാൻ കാരണമാക്കിയതും. പിന്നെ സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വരാം. സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ചോദ്യം ജെബിൻ ചോദിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ തൃശ്ശൂരിലേക്കാണ് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്നത്. ജെബിൻ്റെ സ്റ്റുഡിയോ തൃശ്ശൂരിലാണ്. സ്വാഭാവികമായിട്ടും ജെബിൻ ആ സുരേഷ് ഗോപി വിഷയത്തിൽ എനിക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കും എന്ന് ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ഗോപിയുമായി എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. കാരണം ഹീസ് എൻ ആർട്ടിസ്റ്റ്, ഹീസ് എൻ ആക്ടർ, നോട്ട് എ പൊളിറ്റീഷ്യൻ. ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
അയാളുടെ ഉള്ളിൽ ഒരു നല്ല നടൻ ഉണ്ട്, അയാളൊരു മികച്ച ആർട്ടിസ്റ്റാണ്. പക്ഷേ അയാൾക്കൊരു പൊളിറ്റീഷ്യനാകാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അയാൾക്ക് കഴിയാതെ പോകുന്നത്. ഒരു മികച്ച അല്ലെങ്കിൽ ജനകീയനായ ജനപ്രതിനിധിയാകാൻ സുരേഷ് ഗോപിക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതും അദ്ദേഹം പൊളിറ്റീഷ്യനാവുന്നതിന് മുമ്പാണ് കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ. ഒരിക്കൽ എനിക്കൊന്ന് വരണേ ആവശ്യമുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും തിരൂർ രവീന്ദ്രൻ ചേട്ടൻ എൻ്റെ സുഹൃത്താണ്, സുരേഷ് ഗോപിയുടെയും സുഹൃത്താണ്. തിരൂർ രവീന്ദ്രൻ ചേട്ടനും സുരേഷ് ഗോപിയും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത് രവിചേട്ടൻ ഈ പോസ്റ്റ് സുരേഷ് ഗോപിക്ക് കൈമാറുകയും സുരേഷ് ഗോപി അത് ഫോണിൽ വായിക്കുകയും രവിചേട്ടൻ്റെ ഫോണിൽ ഞാനും സുരേഷ് ഗോപിയും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ഹൃദ്യമായ ഓർമ്മകൾ പരസ്പരം ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇതൊന്നും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. വളരെ തിരക്കുള്ള മനുഷ്യനാണ്, എന്നെപ്പോലെയുള്ള ഒരാളെയല്ല. ഞാനാണെങ്കിൽ ഒരു വർഷമായി ദൃശ്യമാധ്യമ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് ശരിയാണ്, ഫോർത്തിൽ ഞാൻ അങ്ങനെ ഒരു എൻ്റെ നിഗമനങ്ങൾ ഞാനത് ഫോർത്തിൽ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല ഫോർത്തിൽ ഇതുപോലൊരു ചർച്ചയിൽ ഞാനും ശ്രീജ ശ്യാമും ഒന്നിച്ചിരിക്കുമ്പോൾ, ശ്രീജയെ അറിയാമല്ലോ, മലയാളത്തിൽ ഏറ്റവും വളരെ സൗമ്യമായി ചിരിക്കുന്ന മുഖത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ശ്രീജ. ശ്രീജ ചോദിക്കുന്നു, തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്, സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ്, സുബീഷ് ഏട്ടാ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകും, തോൽക്കും എന്ന് പറയുന്നു. എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. ഞാൻ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നു. കാരണം എൻ്റെ ഉള്ളം കയ്യിലായിരുന്നു അന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ മുഴുവൻ. നമ്മൾ തൃശ്ശൂരിനെ സശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ആളാണല്ലോ. ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും BJP എത്ര വോട്ടുകൾ കിട്ടി, LDF എത്ര, UDF എത്ര, ഇതെല്ലാം മനഃപ്പാഠമാക്കിക്കൊണ്ട് കൃത്യമായ ഒരു കണക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ആ കണക്കാണ് അവതരിപ്പിച്ചത്. ആ കണക്കിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ടാണ് അയാൾ ഒരു പ്രവചനം നടത്തുക. പിന്നീട് പല വേവുകളും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴും ഞാൻ ആ കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. BJPയുടെ ബേസ് വോട്ടുകൾ ഇത്രയാണ്, പ്ലസ് ഇത്ര കൂടി കിട്ടിയേക്കാം, എന്നാലും വിജയം വിദൂരമാണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഈ ട്രോളിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു പഞ്ച്, സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും, ചെണ്ടക്കോല് വീഴുമ്പോൾ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും എന്നുള്ള സാധനം മാത്രമാണല്ലോ പുറത്തേക്ക് വരിക. കണക്കുകൾ ഒന്നും ആരും പരിശോധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നു, ഇപ്പോൾ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്. ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത്? അവർ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചാൽ അവർ കാശ്മീരിൽ നിന്ന് പോലും ആളുകളെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് വിജയിപ്പിച്ചിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജേർണലിസ്റ്റിൻ്റെ പ്രവചനമൊക്കെ, അതിനൊക്കെ എന്താ അടിസ്ഥാനമുള്ളത്? അവർക്ക് ആരെയും വിജയിപ്പിക്കാമല്ലോ. അതുമാത്രമാണ് എൻ്റെ മറുപടി. സുബീഷേട്ടൻ്റെ ഇങ്ങനെയുള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ ഈ കാര്യത്തിലുള്ള പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിലുള്ള ഒരു നിലപാടും അത് വ്യക്തമായും കൃത്യമായും ഒന്ന് രേഖപ്പെടുത്തുക, അതിൽ കേൾവിക്കാരനാവുക, അത് മീഡിയയിലൂടെ അത് അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് ഈ ഒരു ചർച്ചയിലും ഈ ഒരു ചോദ്യത്തിലുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ചോദ്യവും ഈ ഉത്തരവും വളരെ കാലങ്ങളായിട്ട് സുബീഷേട്ടനെ അറിയാവുന്ന ആളുകൾക്ക്, സുബീഷേട്ടനെ അടുത്തറിയുന്ന ആളുകൾക്ക് ഇതിന് ഒരു ഉത്തരം അറിയാം. പക്ഷേ അറിയാത്ത ആളുകൾക്ക് മുന്നിൽ ഇപ്പോഴും ഇത് ഒരു ചോദ്യചിഹ്നം പോലെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ കാര്യത്തിലുള്ള സുബീഷേട്ടൻ്റെ ഒരു നിലപാടും അത് അല്ലെങ്കിൽ ആ കാര്യത്തിൽ സുബീഷേട്ടന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും അങ്ങനെ കാര്യമായി സംഭവിച്ചിട്ടില്ലായിരുന്നു. സുബീഷേട്ടൻ്റെ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടിരുന്നു. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട് അറിയട്ടെ, അതറിയിക്കാൻ കഴിഞ്ഞതിൽ മീഡിയക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് കുട്ടികളുമായിട്ടുള്ള ചില സഹവാസങ്ങൾ, കുട്ടികളുമായിട്ടുള്ള ചില സമ്പർക്കങ്ങൾ, സർഗസംവാദങ്ങൾ, ഇതിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്നത് കണ്ടു. പലപ്പോഴും ഈ കാലത്തെ കുട്ടികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെല്ലാവരും മൊബൈലിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഒരു തലമുറയാണ്. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നൊരു കാലത്ത് കുട്ടികൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരാളല്ല. അവരായിട്ട് സംസാരിക്കും, പക്ഷേ നമുക്ക് അവരിലൊരാളായിട്ട് മാറാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും കഴിയാറില്ല. കഴിയുന്നവരോട് നമുക്ക് വലിയ സന്തോഷവും അടുപ്പൊക്കെ തോന്നാറുണ്ട്. നമുക്ക് കഴിയാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്? അങ്ങനെ ഇടപഴകുമ്പോൾ കവിതയും കഥകളും ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിട്ട് അവരായിട്ട് ഇടപഴകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം എങ്ങനെയാണ്? പട്ടുനൂൽപ്പുഴുവിൽ ഹരീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പറയുന്നൊരു വാക്യമുണ്ട്. 15 വയസ്സ് വരെ അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ
നമ്മൾ ജീവിച്ച വീടാണ് നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ആ നാടാണ് നമ്മുടെ നാട്. പിന്നീട് നമ്മൾ ആരായിത്തീരുന്നുവോ, എന്തായി മാറുന്നുവോ, അതിനെ അതാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത് അതുവരേക്കുമുള്ള നമ്മുടെ ആ കുട്ടിത്തമാണ്, കുട്ടിയായി ജീവിച്ച കാലമാണ്. എൻ്റെ ഉള്ളിൽ ഏറ്റവും അഗാധമായിട്ടുള്ള മുറിവ്, ആഴത്തിലുള്ള മുറിവ് 15 വയസ്സ് വരെ ഞാൻ ജീവിച്ച പുന്നിയൂർക്കുളത്തിനടുത്തുള്ള ഞമനേങ്ങാട് എന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു, ഓലമേഞ്ഞ ഒരു വീട്. ആ വീടിന് തൊട്ട് ചേർന്ന് ഒരു തേൻവരിക്ക പ്ലാവുണ്ടായിരുന്നു. ആ പ്ലാവിലെ ചക്കയായിരുന്നു ആ നാട്ടിലെ ഏറ്റവും മധുരമുള്ള ചക്ക. അതിനോട് ചേർന്ന് ഒരു മൂവാണ്ടൻ മാവുണ്ട്. ഞാൻ കഴിച്ച ഏറ്റവും രുചിയുള്ള മാങ്ങ ആ മാവിലെ മാങ്ങയാണ്. എൻ്റെ അച്ചമ്മ ഉണ്ടാക്കി തന്നിരുന്ന തപ്പ് വെച്ച മത്തി മുളകിട്ട് വറ്റിക്കും ചട്ടിയിൽ. ഞാൻ ജീവിതത്തിൽ അതിനേക്കാൾ രുചികരമായ മറ്റൊന്ന് കഴിച്ചിട്ടില്ല. 15 വയസ്സ് വരേക്കുമുള്ള എൻ്റെ ആ കാലം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നും എൻ്റെ ഏറ്റവും വലിയ വേദന. ആ വീട്, സ്ഥലം ഒക്കെ വിറ്റ് ഞങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നു. ഇന്നും അതുവഴി പോകുമ്പോൾ ഞാൻ കാർ നിർത്തി അവിടേക്ക് നോക്കും. എൻ്റെ അച്ചമ്മ അവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഞാൻ അവിടേക്ക് നോക്കും. എനിക്കിനി ഒരിക്കലും ആ പ്ലാവ് കാണാനാകില്ല, ആ തേൻവരിക്ക ചക്ക എനിക്ക് രുചിക്കാനാകില്ല, ആ മാവ് കാണാനാകില്ല. ഒരുപക്ഷെ അത് മുറിച്ച് മാറ്റിയിട്ടുണ്ടാകാം, മറ്റൊരാൾക്ക് അത് വിൽക്കേണ്ടി വന്നു. അവിടെ വലിയൊരു ടെറസ് വീട് ഉയർന്നു കഴിഞ്ഞു. ആ വീടിനകത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ അനുമതിയില്ല, കാരണം അത് മറ്റൊരാളുടേതാണ്. ഇതാണ് ജെബിൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഇമോഷണലാകുന്നു, കാരണം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വേദന. ആ വേദന അപരിഹാര്യമാണ്. ഞാനിനി എത്ര കോടികൾ ഉണ്ടാക്കിയാലും എനിക്ക് ആ വേദനയെ മറികടക്കാൻ കഴിയില്ല. എനിക്ക് കുട്ടിയായിരുന്ന സുബീഷിലേക്ക് ഇനി തിരിച്ചു പോകാനാകില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിയുടെയും കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുമായിട്ട് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ജെബിനെ, കുട്ടികളെ നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതൊക്കെ തെറ്റാണ്. അവർ 24 മണിക്കൂർ മൊബൈൽ ഫോണുകളിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. അവർ നമ്മെ തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെ പരിഹസിച്ച് അകറ്റി നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. കാരണം ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ 2 സ്കൂളുകളിലേക്ക് ഞാൻ പോയിരുന്നു. ഒന്ന് പെരിങ്ങോട് സ്കൂളിലേക്ക്, മറ്റൊന്ന് പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലേക്ക്. രണ്ടിടത്തും കുട്ടികൾക്ക് അവരെ കേൾക്കാൻ ഒരാളില്ല. ആ കുറവ് പരിഹരിക്കാൻ നമ്മൾ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഈ 2 സ്കൂളുകളിലെയും കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടി. വലിയ വലിയ കാര്യങ്ങൾ അവരോട് നമ്മൾ ദയവ് ചെയ്ത് സംസാരിക്കാൻ പോകരുത്. അവർ നമ്മിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരോട് ദസ്തയേവ്സ്കിയെ വായിക്കൂ അല്ലെങ്കിൽ കാഫ്കയെ വായിക്കൂ എന്നൊക്കെ പോയി പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല. അവരോട് ലളിതമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഈ 2 സ്കൂളുകളിലേക്കും ഞാൻ പോകുന്നത് ആശുപത്രിയിൽ നിന്നാണ്. ആശുപത്രി കിടക്കയിൽ എൻ്റെ അമ്മ കിടക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് കുന്നംകുളത്ത് യൂണിറ്റി ആശുപത്രിയിൽ അമ്മ അഡ്മിറ്റായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ കാലുകളിൽ എല്ലിന് തേയ്മാനം സംഭവിച്ച് അമ്മയ്ക്ക് നടക്കാൻ സാധിക്കുന്നില്ല. 2 പേർ പിടിക്കണം അമ്മയ്ക്ക് ബാത്റൂമിലടക്കം പോകണമെങ്കിൽ. ആ ദിവസങ്ങളിലാണ് പെരിങ്ങോട് സ്കൂളിൽ നിന്നും പുത്തൂർ സ്കൂളിൽ നിന്നും എനിക്ക് വിളി വരുന്നത്. കുട്ടികളുമായി കുറച്ചു നേരം സംസാരിക്കാമോ എന്ന് ചോദിച്ച്. കുട്ടികളാണല്ലോ കേൾക്കാൻ പോകുന്നത്. ഞാൻ ആ ക്ഷണം നിരസിച്ചില്ല, പോയി. അവരോട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ആശുപത്രിയിൽ നിന്നാണ് കുട്ടികളെ ഞാൻ വരുന്നത്. എൻ്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇന്നലെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിളി വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാലുകൾ പതുക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. കാരണം അമ്മയ്ക്ക് നടക്കാനാകുന്നില്ല, കാലുകൾക്ക് എല്ലിന് തേയ്മാനമുണ്ട്, കാലുകൾക്ക് എപ്പോഴും വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാലുകൾ ഇങ്ങനെ, അമ്മയുടെ കാലുകൾ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും വിളി വന്നത്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എത്ര ദൂരം നടന്നതാണ് എൻ്റെ അമ്മയുടെ കാലുകൾ, അല്ലേ? നമ്മുടെയൊക്കെ അമ്മമാരുടെ കാലുകൾ എത്ര ദൂരം നടന്നതാണ്. അവർ നമുക്ക് വേണ്ടി മാത്രമാണ് ആ
ജീവിതം മുഴുവൻ നടന്നത്. വീടിനകത്ത് മാത്രം അവരുടെ കാലുകൾ കുഴിച്ചിട്ടു. നമുക്ക് വേണ്ടി ദോശയുണ്ടാക്കുന്നു, നമുക്ക് വേണ്ടി ചോറുണ്ടാക്കുന്നു, നമുക്ക് വേണ്ടി മീൻ വെട്ടുന്നു, നമുക്ക് വേണ്ടി പെൻഷൻ വാങ്ങാൻ പോകുന്നു, നമുക്ക് വേണ്ടി ആ കാലുകൾ റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണയും അരിയും പഞ്ചസാരയും ഒക്കെ വാങ്ങിയിട്ട് വരുന്നു, നമുക്ക് വേണ്ടി ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങുന്നു, നമുക്ക് വേണ്ടി മാത്രം ജീവിതകാലം മുഴുവൻ ആ കാലുകൾ സഞ്ചരിച്ചു. അമ്മയ്ക്ക് വേണ്ടിയല്ല. ആ കാലുകൾ നമ്മൾ വേണ്ട എന്ന് കരുതി ആ കാലുകൾ നേരെ നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഓരോ അമ്മയ്ക്കും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തി വീട്ടിൽ വിശ്രമിക്കാമായിരുന്നു. ഒരമ്മയും അത് ചെയ്തില്ല. ഇത് പറഞ്ഞപ്പോഴേക്കും കുട്ടികളാകെ ഇമോഷണലായി. അവരവരുടെ അമ്മയെ ഓർത്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാറുണ്ടോ? ഇല്ല. അവരതിന് തയ്യാറാകുന്നില്ല. പലർക്കും ശരിയാണല്ലോ എന്നുള്ള ചിന്ത അപ്പോഴാണ് മനസ്സിലേക്ക് വന്നത്. ചില കുട്ടികൾ എനിക്ക് മുന്നിലിരുന്ന് കരഞ്ഞു. ഒരു കുട്ടി എൻ്റെ ചിത്രം വരച്ച് വേദിയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കത് സമ്മാനിച്ചു. അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റുന്നത്? അവരും ഇമോഷണലാണ്, അവരും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. സെഷൻ കഴിഞ്ഞതും കുറേ കുട്ടികൾ അടുത്ത് വന്ന് അതുവരെ മൈക്കിൽ പറയാൻ, എന്തെങ്കിലും കാര്യം മൈക്കിൽ പറയാൻ ആവശ്യപ്പെട്ടാൽ മടി കാണിച്ചിരുന്ന കുട്ടികൾ പോലും അവിടെ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. ചിലരെന്നോട് രഹസ്യമായി കാതിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. എന്താണ് ഈ റിലേഷൻഷിപ്പ്? ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടൊരു ഈക്വൽ റെസ്പോൺസ് ഉണ്ടാവുന്നില്ല സാറേ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, പുതിയ കാലത്തെ വ്യാകുലതകളൊക്കെ അവർക്ക് ഷെയർ ചെയ്യപ്പെടണമെന്നുണ്ട്. പക്ഷേ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നത് മാത്രമാണ് പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. വീട്ടിനകത്തും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, സ്കൂളിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പലയിടത്തും കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത് തെറ്റായ രീതികളിലേക്ക്, തെറ്റായ മാർഗങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രമാണ്. ഞാൻ പറയുന്നു, കുട്ടികളാകണം ഒരച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ കൂട്ടുകാർ. കുട്ടികളുടെ കൂട്ടുകാർ അവരുടെ അച്ഛനും അമ്മയും ആകണം. അതില്ലെങ്കിൽ, ഈ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ നന്ദൻകോട് കൂട്ടക്കൊല പോലെയൊക്കെ ദാരുണമായ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേരളം കേൾക്കേണ്ടി വരും. നന്ദൻകോട് കൂട്ടക്കൊല അറിയാമല്ലോ. അവിടെ കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്ന പയ്യൻ 4 പേരെയാണ് കൊലപ്പെടുത്തുന്നത്. അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള 4 പേരെ ക്രൂരമായി വെട്ടിക്കൊന്ന് സമീപത്തെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് തീയിട്ട് ചുട്ടു കൊല്ലുകയാണ് ഉണ്ടായത്. ആ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ഇപ്പോഴും വീട്ടിലെ ചുമരുകളിൽ കരിപിടിച്ച പാടുകൾ ഉണ്ട്. 4 പേരെ വെട്ടിക്കൊന്നതിൻ്റെയും പിന്നീട് അവരെ തീയിട്ട് ചുട്ടുകൊന്നതിൻ്റെയും പാടുകൾ ഇപ്പോഴും ആ വീടിൻ്റെ ചുമരുകളിൽ കാണാം. അവിടെ പരസ്പരം അവർ സംസാരിക്കുമായിരുന്നില്ല. കോളേജ് അധ്യാപകരാണ് അച്ഛനും അമ്മയും ഒക്കെ. പക്ഷേ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനില്ല. കേതൽ ജിൻസൺ രാജയ്ക്കുള്ള ഭക്ഷണം മുകൾ നിലയിലേക്ക് ഒരു കയറിൽ കെട്ടിയാണ് എത്തിക്കുക. അതേ കയറിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് കെട്ടിയിറക്കും. അപ്പോൾ പോലും പരസ്പരം കാണുന്നില്ല. സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും അച്ഛനും അമ്മയും മക്കളും പരസ്പരം കാണുമല്ലോ. ഇത് അതുപോലെ സംഭവിക്കുന്നില്ല. അവൻ അവിടെ മുകൾ നിലയിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. താഴെ മറ്റുള്ളവർ മറ്റു ലോകങ്ങളിൽ. കമ്മ്യൂണിക്കേഷനില്ല. ഒടുവിൽ അവൻ നിരീക്ഷിച്ചിരുന്ന മുഴുവൻ കൊലപ്പെടുത്തിയാൽ ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അവൻ്റെ താല്പര്യമുള്ള വിഷയം അതായിരുന്നു. ഒരുപക്ഷെ ആ വീടിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നുവെങ്കിൽ അച്ഛനും അമ്മയും അവനെ തിരുത്തുമായിരുന്നു. ഇല്ല മോനെ, അങ്ങനെ ഒരു ആശയവിനിമയം, ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവുമായി സംസാരിക്കാൻ ഒരിക്കലും സാധിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യരുതേ മോനെ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും തിരുത്തുമായിരുന്നു. പക്ഷെ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. ഒടുവിൽ അച്ഛനെയും അമ്മയെയും കൊന്ന് അവരുടെ ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിച്ചാലോ എന്ന് കരുതി, ആത്മാക്കളുമായെങ്കിലും സംസാരിക്കാമല്ലോ എന്ന് കരുതി അവനത് ചെയ്യുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. കേതൽ ജിൻസൺ രാജ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും വളരെ പുഞ്ചിരിയോടെ ഒന്നും സംഭവിക്കാത്ത പോലെയാണ് പോലീസുകാരോട് പെരുമാറിയത്. ഇന്നും കേതൽ ജിൻസൺ രാജ ജയിലിലുണ്ട്. മാനസിക വൈകല്യത്തിനുള്ള ചികിത്സയിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ലളിതമാണ് കാര്യങ്ങൾ. വീടിനകത്ത് കമ്മ്യൂണിക്കേഷനില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, കുട്ടികളെ നമ്മൾ ഏത് കാലത്തും കേൾക്കാൻ തയ്യാറാകണം. അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, വേദനകൾ അവർക്കുമുണ്ടെന്നേ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ. അതിനുവേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ചിലവാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളെ കുട്ടികൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ഇനിയും സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികളെ കേൾക്കാൻ, കുട്ടികൾക്ക് വേണ്ട കരുതൽ നൽകാൻ, കേൾവി തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ
പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും അന്നും ഇന്നും തിരക്കുള്ളവരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ജോലിക്ക് പോകില്ലായിരിക്കാം, അപ്പോൾ കേൾക്കാൻ അമ്മ സ്ഥിരമായിട്ട് അവിടെ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു. പൂപ്പനമ്മൂമ്മ അല്ലെങ്കിൽ അമ്മാമ്മ, അപ്പാപ്പൻ, അങ്ങനെയുള്ള ഒരു ആൾക്കാരുള്ളപ്പോൾ ഇവരെ പരിഗണിക്കാനും ഇവരെ കേൾക്കാനും കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വീടുകളിൽ അതില്ല. അത് ഇല്ല എന്ന് മാത്രമല്ല, അവരെ ചിലപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് മൊബൈൽ ഫോണുകളായിരിക്കാം. മൊബൈൽ ഫോണിൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ലോകമുണ്ടാക്കി അതിൻ്റെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ തൊപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരു കക്ഷി ആളെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അതിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നു. പിന്നെ ഒരു സമയത്ത് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് 2 പേര് വണ്ടി ഓടിക്കുന്ന ഒരു ടീം അവർ വരുന്നു. അപ്പോൾ അവരൊക്കെയാണ് ഇവരുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പണ്ട് നമ്മൾ ബാലരമ വായിക്കുന്നു, പൂമ്പാറ്റ വായിക്കുന്നു, അതിലെ ക്യാരക്ടറുകൾ വരുന്നു. പക്ഷെ ആ ക്യാരക്ടറുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനപ്പുറം നമ്മളവരെ അന്ധമായിട്ട് ആരാധിക്കുകയോ അങ്ങനത്തെ റൂട്ടിലൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെ ജീവിതത്തെ അവർ സ്വാധീനിച്ചിട്ടില്ല, ഒരു പരിധി വിട്ട് സ്വാധീനിച്ചിട്ടില്ല. നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ഈ വീട്ടിലെ ആളുകളാണ്. അപ്പോൾ വീട്ടിലെ ആളുകൾക്ക് അവരെ കേൾക്കാനോ കരുതലിന് ഇടം കൊടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ ആ സ്പേസ് എടുക്കുന്നത് വേറെ പലരുമാണ്. അവരവരെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ സ്കൂളുകളും അതുപോലെ കുട്ടികളും ആയിട്ട് ഇടപഴകാനുള്ള ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു വളരെ അഭിനന്ദനാർഹമാണ്. ആ വഴിയിലൂടെ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കാരണം അവരോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് പറയുക. ശ്രദ്ധ വേണം ഇരുപുറം എപ്പോഴും എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു കവിത ഓർമ്മയുണ്ടല്ലോ. ശ്രദ്ധയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഷൗക്കത്ത് എപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. ഗുരു നിത്യചൈതന്യയതിയുടെ ആശ്രമത്തിൽ ഗുരു വളർത്തുന്ന 5 പൂച്ചകളുണ്ട്. ഈ 5 പൂച്ചകളും രാവിലെ ഗുരുകുലത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഷൗക്കത്ത് എപ്പോഴും പറയുന്നൊരു കഥയാണ്. ഈ 5 പൂച്ചകളും വാതിൽ തുറന്ന ഉടനെ അകത്തേക്ക് കയറി വരും. ഈ 5 പൂച്ചകൾക്കും ബിസ്ക്കറ്റ് വേണം. 4 പേർക്ക് മതി, 5ാമന് വേണ്ട. 4 പേരും 4 വ്യത്യസ്ത രുചിയിലുള്ള ബിസ്ക്കറ്റാണ് കഴിക്കുക. അത്രയും. ഒരാൾ മിൽക്ക് പിക്കിസ്, ഒരാൾ കേരോ റൂട്ട്. അപ്പം ഇത് തലേ ദിവസം ഈ 4 പൂച്ചകൾക്കും വേണ്ട ബിസ്ക്കറ്റ് ഏത് എന്നുള്ളത് കൃത്യമായി അവിടെ കരുതി വെച്ചിട്ടുണ്ടാകും ഗുരു. 5ാമത്തെ ആൾ വരും. എന്നിട്ട് അടുത്തൊരു സോഫയിൽ ഒരു കുഷ്യൻ കരുതിയിട്ടുണ്ടാകും. ഈ കുഷ്യൻ്റെ മീതെ കിടന്ന് മൂപ്പര് സുഖമായിട്ട് ഉറങ്ങും 5ാമത്തെ പൂച്ച. ബാക്കി 4 പൂച്ചകളും ഗുരുവിന് സമീപം ഇങ്ങനെ അവരുടേതായിട്ടുള്ള സ്പേസിൽ വന്നിങ്ങനെ അനുസരണയോടെ നിൽക്കും. അവർക്ക് ഗുരു ഓരോ പൂച്ചയ്ക്കും വേണ്ട ബിസ്ക്കറ്റ് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് കൊടുക്കും. അപ്പോൾ നോക്കൂ, പൂച്ചകളാണ്, മനുഷ്യരൊന്നുമല്ല. അവരൊന്നും അങ്ങനെ പരിപാലിക്കേണ്ട കാര്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി മുറ്റത്ത് കുറേ പൂച്ചെടികളുണ്ട്. ഈ പൂച്ചെടികളെയൊക്കെ ഗുരു പരിപാലിക്കും. അവരോടൊക്കെ സംസാരിക്കും. ചെടികളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും, കുശലം പറയും. ഇതിൻ്റെ ഒന്നും ഒരു മനുഷ്യന് ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം. ഐ റിപ്പീറ്റ്, എത്ര തിരക്കുണ്ടെങ്കിലും ഏത് വിശിഷ്ടാതിഥി അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ദിനചര്യകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കാറില്ല. നോക്കൂ, അപ്പോൾ ഓരോ പൂച്ചയ്ക്കും വേണ്ട ബിസ്ക്കറ്റ് അടക്കം ശ്രദ്ധയോടെ തലേന്ന് കരുതി വയ്ക്കുന്ന ഒരു പച്ച മനുഷ്യൻ. അത്രയും ശ്രദ്ധ, അനുകമ്പ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നൊരു ആഹ്ലാദം എത്രയാണ്, അല്ലേ? എത്ര പണം ഉണ്ടാക്കിയാലും കിട്ടാത്തൊരു ആഹ്ലാദം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, എൻ്റെ തിരക്കുള്ള ട്രെയിനാണ് കേട്ടോ, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, റിസർവേഷനൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ എതിർ സീറ്റിലൊരു പെൺകുട്ടി വന്നിരുന്നു. ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിരുന്നു. തൊട്ടടുത്ത് വേണമെങ്കിൽ ഒരാൾക്ക് കൂടി ഇരിക്കാം. ഇപ്പുറത്ത് 2 പേരുണ്ട്. നീളമുള്ള സീറ്റാണ്. ഞാൻ ഇപ്പുറത്തിരിക്കുന്നു. എൻ്റെ സീറ്റിലും ആളുകളുണ്ട്. എൻ്റെ സീറ്റിൽ എന്നെ തൊട്ട് ചേർന്നിരുന്ന ഒരാൾ, ഒരു മധ്യവയസ്കൻ, വളരെ മാന്യമായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ, പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുകയും ഈ പെൺകുട്ടിക്കരികിൽ പോയി ബലമായി അവിടെ ചെന്നിരിക്കുകയും ചെയ്തു. അയാൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്ത് വളരെ സേഫായിട്ട് അയാൾ ഇരിക്കുകയാണ്, കംഫർട്ടായിരുന്നു. പക്ഷേ അയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, ഈ പെൺകുട്ടിക്ക് അരികിൽ പോയിരിക്കുന്നു. പെൺകുട്ടിയുടെ മടിയിൽ ഭാരമുള്ളൊരു ബാഗുണ്ട്. ഇതും വെച്ചാണ് പെൺകുട്ടി ഇരിക്കുന്നത്. ഈ മാന്യദേഹം കൂടി അവിടെ വന്നിരുന്നപ്പോൾ കുറച്ചുകൂടി ഞെരുക്കത്തിലായി. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുണ്ട് ഈ മനുഷ്യന്. ചേർന്നാണ് ഇരിക്കുന്നത്. പതുക്കെ പതുക്കെ ഇയാളുടെ ഈ വലത് കൈ ഇങ്ങോട്ട് നീങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. പെൺകുട്ടിയുടെ ബാഗിനിടയിലൂടെ പെൺകുട്ടിയുടെ ശരീരത്തിലേക്കാണ് ഈ കൈ പോകുന്നത്. അതും ഞാൻ കാണുന്നുണ്ട്. പെൺകുട്ടി ആദ്യം വിചാരിച്ചു ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാകാം എന്ന്. ചേർന്നിരിപ്പാണല്ലോ.
പക്ഷെ പിന്നീട് അത് കുറേ കൂടി ശരീരത്തോട് അടുക്കുന്നു, പെൺകുട്ടിയെ തട്ടുന്നു, പെൺകുട്ടി വല്ലാതെ പേടിച്ചു പോകുന്നു. ഒരു 15-16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോളാണ്. ഞാനിത് കാണുന്നുണ്ട്, ഞാനും അസ്വസ്ഥനാകുന്നുണ്ട്. പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അവളാകെ ഭയപ്പെടുന്നു. ട്രെയിനിൽ തിരക്കുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും, ഇയാളത് അബദ്ധത്തിൽ തട്ടിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതിനൊന്നും വിലയുണ്ടാവില്ലോ. അങ്ങനെ പല ചിന്തകളിലായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സ്. അവളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവൾ വല്ലാതെ പേടിച്ചു പോകുന്നു. അവൾ വല്ലാത്ത ഒരു ഭാവത്തോടു കൂടി എന്നെ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആ പെൺകുട്ടിയോട്, ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ, ഞാൻ ആ പെൺകുട്ടിയോട് ഇവിടെ ഇരിക്കണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇവിടെ ഇരിക്കണോ എന്ന് ചോദിച്ചു, അതായത് എൻ്റെ സീറ്റിൽ ഇരിക്കണോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടി വേഗം കണ്ണുകൾ കൊണ്ട് തന്നെ വേണം എന്ന് എന്നോട് പറയുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആ പെൺകുട്ടി ഇരിക്കുന്ന അവിടെ ഞാൻ പോയിരിക്കുന്നു. പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ സീറ്റിൽ വന്നിരിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞു. പിന്നീട് ആ മനുഷ്യൻ്റെ കൈ എവിടേക്ക് നീളുന്നില്ല, അയാളുടെ മടിയിൽ തന്നെ വിശ്രമിക്കുന്നു. ആ പെൺകുട്ടി നന്ദിയോടെ എന്നെ നോക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ ഇറങ്ങുകയാണ്. ഇറങ്ങാൻ സമയത്ത് ഞാൻ ബാഗ് എടുക്കുന്നു. പെൺകുട്ടിയോട് കണ്ണുകൾ കൊണ്ട് തന്നെ ഓക്കെ അല്ലേ എന്ന് വിരലുയർത്തി ചോദിക്കുന്നു. ആ പെൺകുട്ടി നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടും ഓക്കെ ആണ് എന്ന് കണ്ണുകൾ കൊണ്ട് തന്നെ മറുപടി പറയുന്നു. അവിടെ ശ്രദ്ധിച്ചതുകൊണ്ടാണല്ലോ, ഞാൻ ചുറ്റിലും ഉള്ളവരിൽ ഞാൻ എൻ്റെ ശ്രദ്ധയെ പകർന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞത്. ചുറ്റിലുമുള്ളവരിൽ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം ഒന്നും വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ അത് ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, പ്ലഷർ നോട്ട് പ്രഷർ. ഇത് മതി, ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നിങ്ങളുടെ ഓരോ ജീവിതത്തെയും സന്തോഷഭരിതമാക്കാൻ, ആനന്ദഭരിതമാക്കാൻ. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇത് കേൾക്കുന്ന ഒരു കുട്ടി പിന്നീട് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ശ്രദ്ധയുള്ളവനാകും, ചുറ്റിലും ഉള്ളവരിൽ ശ്രദ്ധയുള്ളവനാകും, ചുറ്റിലുമുള്ള ആൺകുട്ടികളിൽ, ചുറ്റിലുമുള്ള പെൺകുട്ടികളിൽ ശ്രദ്ധയുള്ളവനാകും. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് വിശന്നിരിക്കുന്ന ഒരു കുട്ടിയോട് അവൻ്റെ കൂട്ടുകാരനോട് ചോദിക്കാൻ തോന്നും, അല്ലെങ്കിൽ കൂട്ടുകാരിയോട് ചോദിക്കാൻ തോന്നും. വിശന്നിരിക്കുന്ന ഒരുവൻ്റെ വേദന, അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ഒരാളുടെ വേദന അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഉള്ളിൽ ശ്രദ്ധയുണ്ടെങ്കിൽ. ഇത് മാത്രം കുട്ടികളോട് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള ചില വാക്കുകൾ, ഇതുപോലുള്ള ചില കേൾവികൾ അത് കുട്ടികളെ അരികിലേക്ക് എത്തുമ്പോൾ അവരത് ഉൾക്കൊള്ളുകയും ഇങ്ങനെയും ഒരു ലോകമുണ്ട് നമുക്ക് ചുറ്റിലുമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് ഇത് കേൾക്കുമ്പോഴുള്ള എൻ്റെയും പ്രാർത്ഥന. പല രീതിയിലും നമ്മുടെ ചുറ്റുമുള്ള ലോകം പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി, നേരത്തെ പറഞ്ഞു നമ്മൾ ടെക്നോളജിക്ക് ഇനി ഇതിൽ കൂടുതൽ വളർച്ചയുടെ ഒരു ആവശ്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ ടെക്നോളജി വളർന്ന് നമ്മളെ പിടിച്ച് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ തന്നെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. സ്കൂളിലെ യൂണിഫോം ആണെങ്കിലും സ്കൂളിൻ്റെ പേരുകളാണെങ്കിലും ഒക്കെ തർക്ക വിഷയങ്ങളായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ തന്നെയാണ് നമ്മുടെ ഇനിയുള്ള ഒരു പ്രതീക്ഷ, ഒരു ഭാവി തലമുറയെ പറ്റിയുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം, വെള്ളാർമല GHS എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ ആ ടൈറ്റിലുണ്ട് ഒരു സ്കൂളും ആ സ്കൂള് മുന്നോട്ട് വെച്ചിരുന്ന ഒരു അന്തരീക്ഷവും ആ സ്കൂള് ഇല്ലാതായി പോകുമ്പോഴുള്ള ഒരു സങ്കടവും. അത് മുഴുവൻ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലുണ്ട്. ആ കവിത ഞാൻ എൻ്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട് അതൊരു തവണ ചൊല്ലിയിട്ടുള്ളതായിരുന്നു. ആ കവിതയുടെ ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ആ കവിത എഴുതപ്പെടാനിടയായ സ്കൂളിലേക്ക് നടത്തിയ ഒരു യാത്ര, അതിൻ്റെ ഓർമ്മകൾ, ഇതൊക്കെ വാക്കുകളും വരികളുമായിട്ട് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളാർമല GHS എന്ന വളരെ പ്രശസ്തമായ ഒന്നിൽ കൂടുതൽ പതിപ്പുകൾ ഇറങ്ങിയിട്ടുള്ള ആ പുസ്തകത്തിലെ ആ കവിത, അതിൻ്റെ ഒരു അന്തരീക്ഷം ഒന്ന് പറയാമോ? ഒരു കവിത എഴുതാം എന്ന് വിചാരിച്ചാൽ എഴുതിപ്പോകുന്ന, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒന്നല്ല കവിത. നിങ്ങൾക്ക് നോവൽ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോ അധ്യായങ്ങളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. പക്ഷെ കവിത അങ്ങനെ പറ്റില്ല. ആ കവിതയും അങ്ങനെ തന്നെയാണ്. എൻ്റെ കവിതകളിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഞാൻ എഴുതിയ കവിതയാണ് ഏറ്റവും കൂടുതൽ വായിച്ചതും ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കവിതയും അതാണ്. ആ ദുരന്ത ദിവസങ്ങളിൽ ഞാൻ അന്ന്, എനിക്ക് തോന്നുന്നു, വിഷ്വൽ മീഡിയയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. പക്ഷേ ഞാനത് കാണുന്നുണ്ട്, TV-യിൽ ആ കാഴ്ചകൾ കാണുന്നുണ്ട്. ആ ദുരന്തം ഉണ്ടായതിൻ്റെ 3-ാം നാൾ ദിവസങ്ങളോളം TV-യിൽ ആ കാഴ്ചകൾ മാത്രമായിരുന്നല്ലോ. അങ്ങനെ കണ്ട് ഇരിക്കുമ്പോൾ യാദൃച്ഛികമായി മനസ്സിലേക്ക് വാർന്നു വീണ വരികൾ മാത്രമാണ്. എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല എന്നുള്ള വരി
എൻ്റെ മനസ്സിലേക്ക് അറിയാതെ വന്നു വീണുപോയതാണ്. ആ വരിയെ തുടർന്ന് അറിയാതെ എഴുതിപ്പോയ വരികളാണ് ബാക്കിയെല്ലാം. 20-25 മിനിറ്റ് കൊണ്ട് എഴുതിപ്പോയ ഒരു കവിത മാത്രമാണ് വെള്ളാർമല GVHSS. അതങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് വരികയും പലരും അത് ചൊല്ലുകയും ഒക്കെ പിന്നെ അറിയാമല്ലോ. അത് പുസ്തകമായിട്ട് മാതൃഭൂമി ബുക്സ് ആ ടൈറ്റിലിൽ തന്നെ കവിതകൾ പുസ്തകമായി പുറത്തിറക്കുകയും പിന്നീട് ഞാൻ വെള്ളാർമല സ്കൂളിലേക്ക് പോകുന്നു. ഇന്ന് ആ സ്കൂളില്ല. ആ സ്കൂളിൽ ഇന്ന് ആരുമില്ല. ആ സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മേപ്പാടിയിലെ ഗവൺമെൻറ് സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ HM അബ്ദുൾ മുനീർ, ഉണ്ണിമാഷ്, ഇവരൊക്കെ വയനാട്ടിൽ ഞാൻ അവിടെ പോവുകയും അവരുടെ സ്കൂളിൽ പോവുകയും അവരുടെ വായനാ വാരാചരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെള്ളാർമല സ്കൂളിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ പോവുകയും പുസ്തകത്തിൻ്റെ വെള്ളാർമല GVHSS എന്ന കവിതാ സമാഹാരത്തിൻ്റെ 2ാം പതിപ്പ് അവിടെ വെച്ച് പ്രകാശിപ്പിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായി. ഇന്നും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അബ്ദുൾ മുനീർ മാഷ്, വെള്ളാർമല സ്കൂളിൻ്റെ ഹെഡ് മാഷ്, ഉണ്ണിമാഷ്, ഇവരൊക്കെയായിട്ട്. ഞാൻ ആ സ്കൂളിലേക്ക് പോയ സന്ദർഭം, സ്കൂളിൽ ഇന്ന് ആരുമില്ല. പക്ഷേ അന്ന് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടികൾ ചുമരിൽ വരച്ചിട്ട ചിത്രങ്ങൾ, ചില അക്ഷരങ്ങൾ ബ്ലാക്ക് ബോർഡിൽ, ഇതൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. ബെഞ്ചുകളൊക്കെ തകർന്നടിഞ്ഞു കിടക്കുന്നു, ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു ക്ലാസ് മുറികളിൽ ഒക്കെയും. 33 കുഞ്ഞുങ്ങളാണ് ആ ദുരന്തത്തിൽ ഇല്ലാതായത്, ആ ഗ്രാമത്തിന് നഷ്ടപ്പെട്ടത്. പക്ഷേ നമുക്കവിടെ പോയി നിൽക്കുമ്പോൾ, ഈ ധനുഷ്കോടിയിലൊക്കെ പോയി നിൽക്കുമ്പോഴുള്ള പ്രേതനഗരം എന്നാണല്ലോ ധനുഷ്കോടിയെക്കുറിച്ച് പറയുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു നഗരമാണ് ധനുഷ്കോടി. ഏതാണ്ട് അതുപോലുള്ള അനുഭവമാണ്. കവിത എഴുതിപ്പോയി, പക്ഷേ എനിക്കത് പിന്നീട് അതിനെക്കുറിച്ച് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ ജെബിൻ ചോദിക്കുമ്പോഴും ഈ ചോദ്യത്തിന് മറ്റേത് വിഷയത്തിലും എനിക്ക് മറുപടി പറയാം. പക്ഷേ ഈ വിഷയത്തിൽ എനിക്കെന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. കാരണം അത്രയാണ് അവിടുത്തെ വേദന, ആ മനുഷ്യരുടെ വേദന. അതിന്നും ടൗൺഷിപ്പുകളൊക്കെ ഉയർത്തി നമുക്ക് അവരുടെ ദുരന്തത്തിൽ അവരുടെ കൈ പിടിച്ച് അവരെ കൂടെ നിർത്താം. പക്ഷേ ആ ദിവസങ്ങളിൽ അനുഭവിച്ച അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മകൾ അവർക്ക് നൽകുന്ന ആ പരിഹാര്യമായ മുറിവുണ്ടല്ലോ, ആ മുറിവുണക്കാൻ ഓർമ്മകൾ ഉള്ളിടത്തോളം അത് അവരിൽ തന്നെ ഉണ്ടാകും. നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയില്ല. എത്ര കവിത എഴുതിയാലും എത്ര കഥകൾ രചിക്കപ്പെട്ടാലും മനുഷ്യൻ്റെ വേദനയ്ക്ക് അതൊന്നും പരിഹാരമാവുകയേയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിലാണെങ്കിലും, ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഈ പറഞ്ഞ കവിതയിലാണെങ്കിലും, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ വേദനകൾ, സ്വകാര്യമായ ഇഷ്ടങ്ങൾ, ആനന്ദങ്ങൾ, അതിനപ്പുറം തന്നെ മറ്റൊരാളുടെ വേദനകളും നമ്മുടെ വേദനകളായിട്ട് പരിഗണിക്കുമ്പോഴും കരുതുമ്പോഴുമാണല്ലോ ഒരു കവിത കുറേ കൂടി കാലാതിവർത്തിയായി മാറുന്നത്. അതുപോലെ വളരെ ഹൃദ്യമായ ഇത്തരം കവിതകൾ ഇനിയും വരട്ടെ. ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ദുരന്തമുഖത്തുനിന്ന് ഓടിപ്പോകുന്ന ഒരു മനസ്സാകാതിരിക്കട്ടെ. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒരു മനുഷ്യൻ അങ്ങനെയാണ്. ദുരന്തങ്ങൾ നമുക്ക് ജീവിതമുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾക്കൊപ്പം തന്നെ പ്രകൃതി എന്ന് വരുന്ന ദുരന്തങ്ങളുമുണ്ട്. അപ്പോൾ ഈ ദുരന്തങ്ങൾ സംഭവിക്കും. പക്ഷേ ആ ദുരന്ത മുഖങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നൊരു മനസ്സ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കഴിയും വിധം എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കട്ടെ. മറ്റൊരു കാര്യം, ഈ കവിതകളിലെ അല്ലെങ്കിൽ സൃഷ്ടികളിലെല്ലാം തന്നെ ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയ പരിസരങ്ങളിലെ എല്ലാം തന്നെ സ്ത്രീയുടെ വളരെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങളുണ്ട്. അമ്മയാണെങ്കിലും കാമുകിയാണെങ്കിലും ഭാര്യയാണെങ്കിലും അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ആവിഷ്കാരങ്ങൾ പല രൂപത്തിൽ, ഭാവത്തിൽ കാണാറുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ആവിഷ്കരണം ഈ കവിതകളിൽ വരുന്നത്? ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ 100% പോലും പുരുഷൻ അനുഭവിക്കുന്നില്ല. അത്രയധികം വേദന അവളുടെ ശരീരത്തിലും മനസ്സിലും കൊണ്ടു കിടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയാകട്ടെ, എൻ്റെ ഭാര്യയാകട്ടെ, അവർ അനുഭവിച്ചിരുന്ന ആർത്തവ വേദന, ഓരോ സ്ത്രീയും എല്ലാ മാസവും ആ വേദന എത്രത്തോളം തീവ്രമായി അവളത് അനുഭവിക്കുന്നു, അവളെ അത് അസ്വസ്ഥയാക്കുന്നു അല്ലേ. പ്രസവ വേദന, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ വേദനയുടെ ഒരംശം എനിക്ക് പങ്കിട്ടെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് എത്ര ആശ്വാസകരമായേനെ. പക്ഷെ പുരുഷന് സാധിക്കുന്നില്ല. പുരുഷന് ആ വേദന പങ്കിട്ടെടുക്കാൻ ആകില്ല. നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും, നമ്മളതിനെക്കുറിച്ച് ഒരു പക്ഷേ കവിതകൾ എഴുതും. പക്ഷേ വേദന അനുഭവിക്കുന്നത് സ്ത്രീ മാത്രമാണ്. ആ വേദന സ്ത്രീക്ക് മാത്രമാണ്. പുരുഷന് ഒരു വേദനയും നമ്മൾ അനുഭവിച്ചാലേ അതിൻ്റെ തീവ്രതയും ആഴവും
നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാത്തിടത്തോളം അത് അപരൻ്റെ വേദന മാത്രമാണ്. ഇതെന്നെ വല്ലാതെ ആകുലപ്പെടുത്താറുണ്ട്. ഈ ഒരു ചിന്ത, എന്തുകൊണ്ട് ഒപ്പം ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം ഇത്രയും വേദന, എന്തുകൊണ്ട് എനിക്കത് പങ്കിട്ടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ത്രീയുടെ പക്ഷത്താണ്, പൂർണ്ണമായും സ്ത്രീയുടെ പക്ഷത്താണ്. എൻ്റെ കൂടുതൽ അനുകമ്പ ഞാൻ അവൾക്ക് നൽകും, എൻ്റെ കൂടുതൽ ആർദ്രത ഞാൻ അവൾക്ക് നൽകും, അവന് അല്ല നൽകുക. ഇതുതന്നെയായിരിക്കാം ഒരുപക്ഷെ എൻ്റെ എഴുത്തിലും സംഭവിക്കുന്നത്. പലപ്പോഴും പല സന്നിഗ്ധ ഘട്ടങ്ങളിലും പുരുഷൻ തീരുമാനമെടുക്കാൻ തയ്യാറ് അല്ലാതാകുമ്പോൾ, അവൻ അതിൽ പിന്മാറുമ്പോൾ, പരാജിതനായി പിന്മാറുമ്പോൾ, അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണ്. ഇപ്പോൾ 2025 ഏറ്റവും അധികം വിറ്റുപോയ ഒരു പുസ്തകത്തിൻ്റെ പേര് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്നാണ്. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എഴുതിയത് ബാബു എബ്രഹാം ആണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഈ പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ആ പുസ്തകം നിറയെ. അത് കേരളത്തെ കരയിപ്പിച്ചു വല്ലാതെ. ആ പുസ്തകം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 25 പതിപ്പുകളിലധികം വിറ്റുപോയിരിക്കുന്നു എന്ന്. VD സതീശനൊക്കെ 1000 കോപ്പി വാങ്ങി സ്കൂളുകളിലേക്ക് അത് സംഭാവന ചെയ്യുകയുണ്ടായി, കുട്ടികൾ വായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ബാബു എബ്രഹാം എന്ന മനുഷ്യൻ ആണ്, ഒരു പുരുഷൻ ആണ് ആ പുസ്തകം എഴുതിയത് എങ്കിലും ആ പുസ്തകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു സ്ത്രീയുടെ പേരാണ്. തന്നികുന്നേൽ മേരി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ബാബു എബ്രഹാമിൻ്റെ അമ്മ. ബാബു എബ്രഹാമിൻ്റെ അച്ഛൻ ഈ അമ്മയെയും കുട്ടികളെയും ഉപേക്ഷിച്ചൊരു ദിവസം പോവുകയാണ്. ഉപേക്ഷിച്ച് പോകുന്ന ആ സന്ദർഭത്തിൽ വീട് കടക്കെണിയിലാണ്, ജപ്തി ഭീഷണിയിലാണ്. ബാങ്കിൽ നിന്നും ചെണ്ട കൊട്ടി ആളുകൾ വരുന്നു ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്. മൂക്കറ്റം കടമാണ്, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ഈ അച്ഛൻ 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുകയാണ്, ഒരു ഉത്തരവാദിത്വവുമില്ല, കടമയും നിറവേറ്റുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇയാൾ വീട് ഉപേക്ഷിച്ച് പോവുകയാണ്, ഭാര്യ ഉപേക്ഷിച്ച് പോവുകയാണ്, മക്കളെ ഉപേക്ഷിച്ച് പോവുകയാണ്. വലിയ പുരാതനമായ പാരമ്പര്യമുള്ളൊരു ക്രിസ്ത്യൻ കുടുംബമാണ്. പെണ്ണുങ്ങൾ കൂലിപ്പണിക്ക് പോകാൻ പാടില്ല, അതൊക്കെ അഭിമാനക്ഷതമുണ്ടാക്കും ആ തറവാട്ടുകാർക്ക്. അങ്ങനെ അതിനും പറ്റുന്നില്ല. അതിനൊന്നും പോകരുത് എന്ന് പള്ളിയിൽ നിന്ന് വിലക്കുന്നു, സഹോദരങ്ങൾ വിലക്കുന്നു. അങ്ങനെ ഇവർക്ക് ജീവിക്കാനാണെങ്കിൽ ഒരു മാർഗവുമില്ല. കടം വീട്ടണം, ഈ 4 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകണം, ഒരു മാർഗവുമില്ല, ആരും സഹായിക്കുന്നുമില്ല. ഒടുവിൽ ഒരു മഴയുള്ള ഒരു രാത്രിയിൽ ഈ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ഈ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. കിലോമീറ്ററുകളോളം അവർ ദൂരെ നടന്നു പോകുന്നു. നടന്നു പോകുന്നതിനിടയിൽ മൂത്ത മകളോട് അമ്മ പറയുന്നു, നമ്മൾ കല്ലാർകുട്ടി ഡാമിലേക്കാണ് പോകുന്നത്. അവിടെ പോയാൽ അമ്മ ആദ്യം പുഴയിലേക്ക് എടുത്ത് ചാടും, പിന്നാലെ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പിന്നാലെ പുഴയിലേക്ക് ചാടണം. അതോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മക്കളെ എന്ന് അമ്മ പറയുന്നു. മഴയിങ്ങനെ കോരിച്ചൊരിയുകയാണ്, കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അവരന്ന് രാത്രിയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ മാർഗമില്ല, പണമില്ല. കുറേ ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ മൂത്ത മോള് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, അമ്മേ, ഞങ്ങൾക്ക് അമ്മ ആദ്യം ചാടിയാൽ അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നാലെ ചിലപ്പോൾ ചാടാൻ തോന്നിയെന്ന് വരില്ല. പുഴയല്ലേ, നിറഞ്ഞു കിടക്കുകയല്ലേ, ഡാമല്ലേ, അപ്പം ഞങ്ങൾക്കത് കണ്ടാൽ പിന്നാലെ ചാടാൻ തോന്നിയെന്ന് വരില്ല. അങ്ങനെ ഞങ്ങൾ ചാടിയില്ലെങ്കിൽ അമ്മ മരിച്ചു പോവുകയും ഞങ്ങളിവിടെ ഒറ്റയ്ക്കാവുകയും ചെയ്യില്ലേ. അതുകൊണ്ട് അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ആദ്യം പുഴയിലേക്ക് എറിയും, എന്നിട്ട് അമ്മ അവസാനം ചാടി മരിക്കൂ എന്ന് മോള് പറയാണ്. അപ്പം അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാണ്, ഒരമ്മയ്ക്കും അങ്ങനെ മക്കളെ പുഴയിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ പറ്റില്ല മോളെ, അതുകൊണ്ട് അമ്മയ്ക്കത് സാധിക്കില്ല. അമ്മ അത് ആദ്യം ചെയ്യാം, നിങ്ങൾ പിന്നാലെ അമ്മ പറയുന്നത് അനുസരിക്കൂ എന്ന് പറയുന്നു. അവർ വീണ്ടും കല്ലാർകുട്ടി ഡാമിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ മൂത്ത മോള് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ നാട്ടിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചാലല്ലേ നാണക്കേടുള്ളൂ, നമുക്ക് ഈ പുഴ കടന്ന് അപ്പുറത്ത് വേറൊരു നാട്ടിൽ പോയിട്ട് ഭിക്ഷയെടുത്ത് ജീവിച്ചാലോ അമ്മേ, അപ്പോൾ വിശപ്പ് മാറുമല്ലോ, മരിക്കണ്ടല്ലോ, ജീവനോടെ ഇരിക്കാലോ എന്ന് ഈ മോള് പറഞ്ഞപ്പോൾ അമ്മ എല്ലാ മക്കളെയും മാറോടടുക്കി പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു മരിക്കാതെ.
അവർ വീട്ടിലേക്ക് എത്തുന്നു. പിറ്റേ ദിവസം നാണക്കേട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ആ അമ്മ പണിക്ക് പോകുന്നു, പണിയെടുക്കാൻ പോകുന്നു. 3 കുട്ടികളെ 2 3 കുട്ടികളെ അവർ അപ്പോഴും ഈ 4 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല, അതിനുള്ള മാർഗ്ഗമില്ല. അവർ 2 3 കുട്ടികളെ തൃശ്ശൂർ ഇടുക്കിയിൽ നിന്നും അവർ ബസ് കയറി തൃശ്ശൂർ വന്ന് മണ്ണുത്തിക്കടുത്ത് കാളത്തോടുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഭക്ഷണം അവിടുന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നു. അതിൽ ഒരാളാണ്, അനാഥാലയത്തിൽ വളർന്ന കുഞ്ഞുങ്ങളിൽ ഒരാളാണ് ഈ ബാബു എബ്രഹാം. ബാബു ചേട്ടൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് സെപ്റ്റിക് ടാങ്ക് നിറയും, അടച്ച് ഇടുന്നൊന്നുമില്ല. അപ്പോൾ നിറയുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടൊന്നും ഇത് എടുത്തു മാറ്റുന്ന പരിപാടിയില്ല, കുട്ടികൾ തന്നെ ചെയ്യണം. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അത്രേ. കുട്ടികൾ ഈ മലം നിറഞ്ഞു കിടക്കുന്ന ഈ ടാങ്കിലേക്ക് ഇറങ്ങി കുട്ടികൾ തന്നെ ഇത് കൊട്ടയിൽ കോരിയെടുത്ത് മുകളിലേക്ക് കയറ്റണം. മുകളിൽ ഉള്ള കുട്ടികളുടെ തലയിലുള്ള കൊട്ടയിലേക്ക് ഇത് നിറയ്ക്കും. മലം നിറച്ച കൊട്ട ചുമന്നുകൊണ്ട് കുറേ ദൂരം ഇവർ നടന്ന് ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് തള്ളും. അപ്പോൾ ഇതിങ്ങനെ ചുമന്ന് നടക്കുമ്പോൾ ഈ മലം മുഴുവൻ താഴേക്ക് ഒലിക്കും, മുഖത്തൊക്കെ ആവും. എന്നിട്ട് ഇവരിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ദിവസം വരുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ ദിവസങ്ങളിൽ മാത്രം അവർക്ക് രാത്രി ചോറിനൊപ്പം മട്ടൻ കറി വിളമ്പും, ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ അന്ന് രാത്രി കഞ്ഞിക്ക് പകരം മട്ടൻ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഈ കുട്ടികളൊക്കെ കൂട്ടത്തോടെ, അനാഥാലയത്തിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഈ മലം നിറച്ച കൊട്ടകളും ചുമന്നുകൊണ്ട് നടക്കും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ കുട്ടികളെയും നിരയായി നിർത്തി വലിയ ശക്തിയുള്ള മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ചീറ്റി ഈ മലവും അഴുക്കുമൊക്കെ ശരീരത്തിൽ നിന്ന് കഴുകിക്കളയും. എന്നിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കും. അവർക്ക് മട്ടൻ കൂട്ടി അന്ന് രാത്രി ഭക്ഷണം കഴിക്കാം. അതിനുവേണ്ടി കുട്ടികളൊക്കെ സന്തോഷത്തോടെ ഇതിൽ പങ്കുചേരും. അങ്ങനെ തലച്ചുമടായി മലം ചുമന്നുകൊണ്ട് നടന്ന ആ പയ്യൻ ഇന്ന് ഫ്രാൻസിൽ സർവകലാശാലകളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അവൻ ഗവേഷകനാണ്, അയാളുടെ പേര് ബാബു എബ്രഹാം എന്നാണ്. അന്ന് ആ സ്ത്രീ അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം അതോടുകൂടി ഇല്ലാതാകുമായിരുന്നു. ഇന്ന് ഈ കഥ പറയാൻ ബാബു എബ്രഹാം എന്ന് പറയുന്ന ആ ആൺകുട്ടി ശേഷിക്കുമായിരുന്നില്ല. അവിടെ ഉപേക്ഷിച്ചു പോയത് ഒരപ്പനാണ്. പക്ഷേ ധീരതയോടെ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും പിന്നെ ധീരതയോടെ തൻ്റേടിയായി ആ കുഞ്ഞുങ്ങളെ മുഴുവൻ വളർത്തി വലുതാക്കിയത്, ആ കടം മുഴുവൻ, ബാങ്കിലെ കടം മുഴുവൻ അടച്ചു തീർത്തത്, അവർക്ക് വേണ്ടി ഒരു വീട് പണിതത്, ബാബു എബ്രഹാം അടക്കമുള്ളവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള സകല ഉദ്യമങ്ങളിലും പങ്കാളിയായത്, അവരെ വളർത്തിയത് മുഴുവൻ നന്ദികുന്നേൽ മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീകളാണ് പലപ്പോഴും അതിസാഹസികമായ, അതിനിർണായകമായ തീരുമാനങ്ങളെടുക്കുന്നതിൽ വിദഗ്ധർ. പുരുഷൻ പരാജയപ്പെടും. ഇപ്പോൾ സുബീഷേട്ടൻ വളരെ ഉള്ളിൽ തൊടുന്ന രീതിയിൽ അനുഭവക്കുറിപ്പുകൾ വായിച്ചിട്ടുള്ള കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ആ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ അത് വായിച്ചു തീർക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായൊരു അനുഭവം, അതൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴുള്ള ഒരു അനുഭവം ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും കണ്ണുകൾ തീർച്ചയായിട്ടും നിറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വളരെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവ പരിസരങ്ങളിലൂടെ ഒരാൾ കടന്നു പോവുകയും വർഷങ്ങൾക്ക് ഇപ്പുറം അതിനേക്കാൾ ആർദ്രമായ രീതിയിൽ അത് വാക്കുകളിലൂടെ അദ്ദേഹം അത് എഴുതുകയും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ മുന്നിലിരുന്ന് സുബീഷേട്ടൻ ഇത് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും പണ്ട് കാലം മുതൽ അരിസ്റ്റോട്ടിലൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കഥാർസിസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്, ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് അതിൻ്റെ സൃഷ്ടിയിലൂടെ അയാൾക്ക് ഒരു തലമുറയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെയും ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതും നമ്മൾ പോലും അറിയാതെ ചർച്ച ചെയ്യപ്പെട്ടത് സ്ത്രീകളുടെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെ നമ്മുടെ പ്രമേയത്തിൽ വരുന്നു, നമ്മുടെ എഴുത്തിൽ വരുന്നു എന്നുള്ളതിനൊപ്പം തന്നെ കുട്ടികളും നമ്മുടെ ചർച്ചകളിൽ ഇപ്പോൾ അറിയാതെ നമ്മൾ കടന്നു വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപാട് ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ തന്നെ നമ്മളത് ബോധപൂർവം അങ്ങനെ നമുക്ക് ഇനി ഇങ്ങനെ ഒരു കാര്യം എഴുതാം എന്ന് കരുതി ആവിഷ്കരിക്കുന്നതൊന്നുമല്ല. നമ്മുടെ എഴുത്തിൻ്റെ ഒരു പ്രവാഹത്തിൽ അത് അറിയാതെ വന്നു ചേരുന്നു. അത് നമ്മുടെ അനുഭവമായിട്ട് തോന്നുമ്പോൾ അത് നമ്മൾ വളരെ തീക്ഷ്ണമായിട്ട് അത് ആവിഷ്കരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയെന്നോണം പറയുകയാണ്, നമ്മൾ കുറേ കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആസ്വാദനങ്ങൾ എഴുതാറുണ്ട്. ഇപ്പോൾ സുബീഷ് തെക്കൂട്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ട സിനിമകൾ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകൾ, ഇപ്പോൾ നമ്മളെ തന്നെ സൗഹൃദത്തിലാക്കുന്ന ഒരു പാലം എന്ന് പറഞ്ഞാൽ സിനിമ, സംഗീതം, സാഹിത്യം, അങ്ങനെ 3 കാര്യങ്ങളാണ്. അപ്പം
കണ്ട സിനിമകളെ പറ്റി വളരെ ഹൃദ്യമായിട്ടുള്ള കുറിപ്പുകൾ ഇടാറുണ്ട്. പലർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നെഴുതാറുമുണ്ട്. ഒരുപാട് സിനിമകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ സിനിമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, അതിനപ്പുറം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാ സംബന്ധിയായിട്ടുള്ളൊരു വിവാദം എന്ന് പറഞ്ഞാൽ ഗാനരചനയ്ക്കുള്ള ഒരു വിവാദമാണ്. അപ്പോൾ അതിൽ പ്രതികരണം ഞാനിപ്പോൾ കുറച്ച് ദിവസം തിരക്കിലായതുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഗാനരചനയ്ക്ക്, ചലച്ചിത്ര ഗാനരചനയ്ക്ക് പുരസ്കാരം കൊടുത്തു. ആ പുരസ്കാരം വേടനാണ് കൊടുത്തിട്ടുള്ളത്. ഹിരൺദാസ് മുരളി എന്ന പേരിലാണ് പുരസ്കാരം വന്നിട്ടുള്ളതെങ്കിലും വേടന് അവാർഡ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ചർച്ചകളൊക്കെ വരുന്നത്. അപ്പോൾ പലപ്പോഴും ക്ലാസിക്കൽ കലാരൂപങ്ങളാണോ അതല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളാണോ മികച്ചത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശാസ്ത്രീയ സംഗീതം കേൾക്കുന്നതാണോ, ഒരു ആർക്കും ആസ്വദിക്കാവുന്ന ഒരു ഗാനം കേൾക്കുന്നതാണോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഈ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കവിതകൾ, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ മലയാളികൾ കേൾക്കുന്ന, അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങി വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവിത കേട്ട് കാലം കഴിക്കണോ, അതല്ലെങ്കിൽ പുതിയ കാലത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, ആ പുതിയ കാലത്തെ കവിതകൾ കേൾക്കണോ വായിക്കണോ എന്നുള്ള ചോദ്യങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് ഇതും തോന്നിയിട്ടുള്ളത്. റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപം എന്താണെന്ന് പോലും അറിയാത്തവരാണ് വയലാറിനെയും ONV-യെയും ശ്രീകുമാരൻ തമ്പി സാറിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെ രണ്ട് പക്ഷത്ത് നിർത്തി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാനരചനയ്ക്ക് കൊടുക്കുന്ന അവാർഡ് ഇന്ന വിഭാഗത്തിന് മാത്രം കൊടുക്കാൻ പറ്റൂ. ഇന്ന വിഭാഗം എന്ന് പറയുന്നത് അത് എഴുതുന്ന ആളുടെ രാഷ്ട്രീയം, എഴുതുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ. അതിനപ്പുറം അയാളുടെ രചനയെ കീറി മുറിച്ചുകൊണ്ട്, പലപ്പോഴും ട്രോളുകളിലൊക്കെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ വയലാർ എഴുതുമോ ഇതുപോലെ എന്നുള്ള ആ ട്രോള് എടുത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ് ആ കവിതയെ പരിഹസിക്കുന്നത്, ആ പാട്ടിനെ പരിഹസിക്കുന്നത്. അപ്പോൾ ഈ രചനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ, അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും സ്ഥിരമായിട്ട് ആ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ആകാവൂ. അങ്ങനൊരു നിയമം എല്ലായിടത്തുണ്ടോ? അവാർഡുകളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരു ജൂറിയുടെ മാത്രം അഭിപ്രായമാണ്, വിലയിരുത്തലാണ് എന്നുള്ളതാണ്. അതെ. സമൂഹത്തിൻ്റെ മൊത്തം നിലപാടോ അഭിപ്രായമോ അതിൽ പ്രതിഫലിക്കപ്പെടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ജൂറിക്ക് തോന്നുന്നു ആ വരികൾ മികച്ചതാണ്, അവർക്ക് മുൻപാകെ പരിഗണിക്കപ്പെട്ട ഗാനങ്ങളിൽ, രചനയിൽ ഏറ്റവും മികച്ചത് ഇതാണ് എന്ന് അവർക്ക് തോന്നുകയും, അവർക്ക് മാത്രം തോന്നുകയും അവർ അതിന് അവാർഡ് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സുബീഷ് തെക്കൂട്ടിൻ്റെ ഇഷ്ടഗാനമാകണം എന്നില്ല, അല്ലെങ്കിൽ ജെബിൻ ജോസഫിൻ്റെ ഇഷ്ടഗാനം ആകണം എന്നുമില്ല, സമൂഹത്തിൻ്റെ ഇഷ്ടഗാനം ആകണം എന്നുമില്ല. 3-4 പേരുടെ അഭിപ്രായം മാത്രമാണ്. നമ്മൾ സംസ്ഥാന അവാർഡ് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ മൊത്തം ഇംഗിതമോ ഇഷ്ടമോ അതിലുണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു ജൂറി പരിശോധിക്കുന്നു, അവർക്ക് മികച്ചത് എന്ന് തോന്നുന്നു, അവരതിന് കൂടുതൽ മാർക്ക് നൽകുന്നു, അവരതിന് അവാർഡ് പ്രഖ്യാപിക്കുന്നു. അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, അതാണ് ഏറ്റവും മികച്ച ഗാനം എന്ന് എനിക്ക് പറയാനാകില്ല. മനസ്സിലായല്ലോ? അത് പല ചിത്രങ്ങളും, ഇപ്പോൾ മികച്ച ചിത്രം എന്ന് സംസ്ഥാന അവാർഡ് ലഭിച്ച, അല്ലെങ്കിൽ ദേശീയ അവാർഡ് ലഭിച്ച ഒരു ചിത്രം എനിക്കത് മികച്ച ചിത്രമാകണം എന്നില്ല. അത് ആ ജൂറിയുടെ തീരുമാനം മാത്രമാണ്. വേടൻ എഴുതി എന്ന ഒറ്റക്കാരണം കൊണ്ട് ആ ഗാനം മികച്ചതാകണം എന്നുമില്ല, അല്ലെങ്കിൽ അത് തള്ളേണ്ടതാണ് എന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. വേടനും മികച്ച ഗാനം എഴുതാം. അവിടെ വേടൻ അല്ലെങ്കിൽ വയലാർ എഴുതുമോ ഇങ്ങനെയൊക്കെ എന്നുള്ള ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല. വേടനും മികച്ച ഗാനം എഴുതാം. ഇങ്ങനെ വേടൻ പോലും എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ അപകടകരമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പ്രയോഗങ്ങളാണ്. ആർക്കും എഴുതാം. നാളെ ഇപ്പോൾ ജെബിൻ ജോസഫ് ഒരു പാട്ട് എഴുതുന്നു, ജെബിൻ ജോസഫ് മികച്ച പാട്ടെഴുത്തുകാരനൊന്നും ആയിരിക്കില്ല, പക്ഷേ ആ ഗാനമാണ് ക്വാളിറ്റിയുള്ളത്, ഏറ്റവും മൂല്യവത്തായത് എന്നൊരു ജൂറിക്ക് തോന്നിയാൽ അതിനെന്തുകൊണ്ട് അവാർഡ് നൽകിക്കൂടാം? വേടൻ എഴുതി എന്ന ഒറ്റക്കാരണത്താൽ ആ ഗാനത്തെ ആ അവാർഡ് പട്ടികയിൽ നിന്ന് തള്ളാനോ, അല്ലെങ്കിൽ വേടൻ എഴുതി എന്ന ഒറ്റക്കാരണത്താൽ മാത്രം അതിന് അവാർഡ് നൽകാനോ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ പുതിയ കാലം പഴയ കാലം എന്നൊന്നുമില്ല ജെബിനെ. കാരണം വയലാറിൻ്റെ സാഹചര്യമല്ല, അന്നത്തെ സിനിമകൾ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമല്ല ഇന്നത്തെ സിനിമകൾ ആവശ്യപ്പെടുന്നത്. ഇന്നും മികച്ച ഗാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജീവാംശമായി എന്നുള്ള BK ഹരിനാരായണൻ്റെ വരികൾ, ഹരി തന്നെയല്ലേ അത് എഴുതിയിട്ടുള്ളത്. പിന്നെ നീ ഹിമമഴയായി, എന്ത് രസമായിട്ടുള്ള പാട്ടാണത്. അപ്പോൾ അതൊക്കെ ഹരി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുതിയ കാലത്തെ അത്തരം സിനിമകൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഇന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഇനിയിപ്പോൾ നോക്കൂ, ആവേശത്തിലൊരു പാട്ടുണ്ടല്ലോ,
പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ, പിന്നെന്താ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. അപ്പോൾ അത് ആ ഗാനരംഗം അല്ലെങ്കിൽ ആ സിനിമ ആവശ്യപ്പെടുന്ന വരികളാണ് ഗാനരചയിതാവ് എഴുതി കൊടുക്കുന്നത് അല്ലേ. അവിടെ പാർവണേം ധൂമുഖി പാർവതി എന്നുള്ള പാട്ട് അവിടെ പറ്റില്ല അല്ലേ. നമ്മളൊക്കെ അത്തരം പാട്ടുകളുടെ ഉപാസകരാണ്, ആരാധകരാണ്. നമ്മളെന്നും കേൾക്കുന്ന നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്, ONV എഴുതിയിട്ടുള്ള പാട്ടുകളാണ് അല്ലേ, അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് എന്ന് കരുതിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുള്ള പാട്ടുകളാണ് എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് ആ പാട്ടുകളോടുള്ള പ്രേമം നമ്മുടെ ഉള്ളിൽ വറ്റിപ്പോകുന്നേയില്ല. പക്ഷേ പുതിയ കാലത്തെ സിനിമ അല്ലെങ്കിൽ ആ സിനിമയിലെ ഗാനരംഗം ആവശ്യപ്പെടുന്ന പാട്ടുകളാണ് പുതിയ കാലത്തെ ഗാനരചയിതാക്കൾക്ക് എഴുതാനാകൂ. അപ്പോൾ അതിനെ വയലാർ ഇങ്ങനെയൊക്കെ എഴുതുമോ എന്നുള്ള ചോദ്യം കൊണ്ട് നേരിടുന്നത് അപ്രസക്തമാണ്. അതിലൊരു കാര്യം എനിക്ക് പറയാനാണെങ്കിൽ, സിനിമ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അപ്ലൈഡ് ആർട്ടാണ്. അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഗാനരചയിതാക്കൾ എഴുതാൻ വിധിക്കപ്പെടുന്നത്. വിധിക്കപ്പെടുക എന്ന് വെച്ചാൽ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രക്രിയ എഴുതുന്നത്. ആസ്വദിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കലാസൃഷ്ടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് ഒരു പ്രതിഫലത്തെ മാത്രം നമ്മൾ മോഹിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്വിച്ചിട്ട പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാട്ട് എഴുതി തരാൻ പറഞ്ഞതുകൊണ്ടോ ഒന്നും എഴുതാൻ പറ്റണമെന്നില്ല. നമ്മൾ ഈ സിനിമയുടെ സിറ്റുവേഷൻ, സിനിമയുടെ ഒരു കഥാഗതി ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളത് അങ്ങനെ എഴുതിയേ പറ്റൂ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ആ യുവാക്കളുടെ ഒരു ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ അവരെ കാണിക്കുന്നത്, അവരെ പറ്റിയിട്ട് തമിഴിലെ ജയമോഹൻ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട്. ആ കഥയിലെ കഥാപാത്രങ്ങൾ ഇവ വളരെ മനോഹരമായ കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. ഏതൊരു സിറ്റുവേഷനിൽ, ഏതൊരു ദുർബല നിമിഷത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വളരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ലൈഫ് സ്റ്റൈലിനെ പോലും കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ്, അവരുടെ സൗഹൃദം, അതിൽ അവർ ഇടുന്നത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായങ്ങളാണ്. അതിന് അവർ കൃത്യമായിട്ട് ആ വരികളിലൂടെ അവരുടെ ലൈഫ് അതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അതിനകത്തൊരു പൊളിറ്റിക്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. ഇനി ഹരിഹർ നഗർ എന്നുള്ള സിനിമ വയ്ക്കുമ്പോഴും ഇത് തന്നെയാണ്. അവരുടെ ആ ഫൺ ആയിട്ടുള്ള 4 ചെറുപ്പക്കാരുടെ സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ ഉന്നം മറന്ന് തെന്നിപ്പറന്നു എന്ന് എഴുതുമ്പോൾ വിചിത്രമല എഴുതുന്നത് ഇതേ സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു വലിയ കാലയളവോളം എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയിൽ നിന്ന് അടർത്തി മാറ്റി ആസ്വദിക്കേണ്ട ഒന്നാണ് ചലച്ചിത്ര ഗാനങ്ങൾ എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. അതിന് നമ്മൾ ഇവിടെ ഒരു കാലത്ത് തരംഗണിയുടെ പാട്ടുകളും ഉത്സവഗാനങ്ങളും ഗ്രാമീണ ഗാനങ്ങളും വസന്തഗീതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് ആൽബങ്ങളും അതുപോലെ തരംഗണി കാലഘട്ടത്തിലും പാട്ടുകൾ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു അസ്തിത്വമുള്ള പാട്ടുകൾ ആസ്വദിച്ചിരുന്നു. സിനിമ ഇറങ്ങുന്നു, സിനിമ ആസ്വദിക്കുന്ന പോലെ ആ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുകൾ ആസ്വദിക്കുന്നു. അതിനപ്പുറത്ത് എല്ലാ കാലത്തും ആ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കണം, അത് ഒരുപാട് കാലം നിലനിൽക്കണം എന്നുള്ള വാശികൾക്കപ്പുറം ആ സിറ്റുവേഷൻ, ആ പാട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അതൊരു ജൂറിയുടെ അഭിപ്രായം മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചാൽ ഈ വിവാദങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പേരൻപിലെ മമ്മൂക്കായുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയും അതിഗംഭീരമായ പെർഫോമൻസാണ്. പേരൻപിന് കിട്ടാത്ത ദേശീയ അവാർഡോ? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പേരൻപ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തിയില്ല പേരൻപിലെ അഭിനയത്തിന്. ജൂറിക്ക് തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരിക്കാം മമ്മൂട്ടിക്ക് ആ ദേശീയ അവാർഡ് നൽകാത്തതിന് പിന്നിൽ, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവാർഡുകളിൽ വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല ഓരോരുത്തർക്കും തോന്നുന്ന തോന്നലുകൾ അതെപ്പോഴും ആപേക്ഷികമാണ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, അത് എനിക്കതിൽ എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കത് തോന്നി. അതായത് സാക്ഷാൽ കെ കരുണാകരൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും മറ്റായിരുന്ന സമയത്ത് കബനി നദി ചുവന്നപ്പോൾ എന്നുള്ള കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം പ്രതിഫലിക്കുന്ന സിനിമയ്ക്ക്, പി.എ. ബക്കറിൻ്റെ മനോഹരമായ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു. അപ്പോൾ കരുണാകരനെ അടുത്തറിയാവുന്ന ആൾക്കാർ ഒന്നും മിണ്ടിയില്ല. മറ്റു ചിലർ ചോദിച്ചു, പത്രക്കാരനാണോ അതൊപ്പമുള്ള സഹപ്രവർത്തകരാണെന്ന് ചോദിച്ചില്ല, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന്? അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതിലൂടെ ആ രാഷ്ട്രീയത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്, അതിന് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കരുണാകരൻ പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ആ സിനിമയുടെ അവസാനം ഇത്തരം രാഷ്ട്രീയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ ഭരണകൂടം പിടിച്ച് കൊല്ലും എന്നൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ ഇത്തരം വഴികളൊന്നും അങ്ങനെ എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന വഴികളല്ല, കല്ലും മുള്ളും നിറഞ്ഞ കുറേ വഴികളൂടെ പോയി അവസാനം ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും. അതിൻ്റെ എൻഡ് ചിലപ്പോൾ വളരെ
രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു മെസ്സേജ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാലത്തും ഇതിന് പലരും മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ സുവിശേഷം പറഞ്ഞ ഒരു വാചകം തന്നെ ഞാൻ പറയുകയാണ്, സ്പോർട്സ് പോലെ ഇത് ഒരു മീറ്റർ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓട്ടക്കാരൻ, ഏറ്റവും നല്ല ചാട്ടക്കാരൻ, ഏറ്റവും നന്നായി കളിക്കുന്ന ആൾ, അത് കളിയുടെ നിയമങ്ങൾ ലോകം മുഴുവൻ ഒരു നിയമമാണ്. ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഏത് പ്ലേ കളിക്കുകയാണെങ്കിൽ അതെല്ലായിടത്തും ഒരു നിയമങ്ങൾ തന്നെയാണ്. ആ ഒരു മീറ്റർ വെച്ചിട്ട് ഇത് അളന്ന് ആരാണ് നന്നായി കളിച്ചത്, ആരാണ് ഗോളടിച്ചത്. പക്ഷേ കലാരൂപത്തിൽ അതൊരിക്കലും അളക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് പറഞ്ഞ പോലെ തന്നെ ഓരോ കാലത്തും ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ അപ്പോഴും അവിടെ മാർക്കിടുന്നത് 3 മനുഷ്യരാണ്. ആ 3 പേരും അവരുടേതായ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരാണ്. അതിനപ്പുറത്ത് ആ അവാർഡ് കിട്ടാത്തത് കൊണ്ട് ആ കലാരൂപത്തിന് ഇടിയൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഒരു സ്വീകാര്യത ഇരിക്കുന്നത് ജനങ്ങളിൽ തന്നെയാണ്. വേടൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, വേടൻ ഒരു കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈംഗികാതിക്രമ കേസിൽ ഒരു പെൺകുട്ടിയുടെ പരാതി നിലനിൽക്കുന്നു, വേടൻ പ്രതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അവാർഡ് നൽകാമോ? ഞാൻ പറയുന്നത് ഒരാളുടെ കലാജീവിതവും അയാളുടെ വ്യക്തിജീവിതവും രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ്. വ്യക്തിജീവിതം ഒരിക്കലും മാതൃകയാകണം എന്നില്ല, അത് അനുകരിക്കപ്പെടേണ്ട ഒന്നേ അല്ല. ഇപ്പോൾ അയ്യപ്പനെ പോലെ ആകരുത് ഒരു കവിയും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അയ്യപ്പൻ്റേത് അനുകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിജീവിതമേ ആയിരുന്നില്ല. പക്ഷേ അയ്യപ്പൻ്റെ കവിത നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് അയ്യപ്പന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു കവിതയാണ്. അത്രയും ആഴവും വേദനയും തീക്ഷ്ണതയും അതിനുണ്ട്. പക്ഷേ അയ്യപ്പൻ്റെ വ്യക്തിജീവിതത്തോട് പലർക്കും വിയോജിപ്പുണ്ട്, എനിക്കും വ്യക്തിപരമായി വിയോജിപ്പുണ്ട്. അയ്യപ്പൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ പോക്സോ കേസിലകപ്പെട്ട് ജയിലിലായനെ. കാരണം അത്രയും കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷവും. പക്ഷേ പാബ്ലോ നെരൂദ ഒരു പെൺകുട്ടിയെ, ഒരു ശ്രീലങ്കൻ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു മനുഷ്യനാണ്. ഈ അടുത്ത് NP സജീഷിൻ്റെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വന്നിരുന്നു. കല സാധൂകരിക്കുമോ കൊലയെ എന്നോ മറ്റോ ഉള്ള ഒരു ടൈറ്റിലാണത് വന്നത്. കല ഒരിക്കലും ക്രൈമിനെ സാധൂകരിക്കില്ല. ക്രൈം തന്നെയാണ്. കല കൊണ്ട് അതിനെ പരിഹരിക്കാനാകില്ല. വേടൻ ഒരു തെറ്റ് ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരണയ്ക്ക് വിധേയനാകേണ്ടതുണ്ട്, അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അവിടെ പക്ഷേ വേടൻ്റെ കവിതയെ അല്ലെങ്കിൽ വേടൻ്റെ ഗാനത്തെ നമ്മൾ ക്രൂശിക്കേണ്ടതില്ല, അത് വേറെയാണ്. വേടൻ്റെ വ്യക്തിജീവിതത്തിൽ വേടൻ ഒരു അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരണയ്ക്ക് വിധേയനാകണം, ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഒരു കലാകാരൻ, ഒരു ആർട്ടിസ്റ്റ്, ഒരു റൈറ്റർ അയാളുടെ വ്യക്തിജീവിതത്തിലും ഒരു മിനിമം മൊറാലിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മിനിമം മൊറാലിറ്റി, ഒരു മിനിമം സദാചാരം അയാൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്. പ്രവൃത്തിയും പ്രസംഗവും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടാകരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഏകദേശം 1 മണിക്കൂറിലേറെ നമ്മൾ സംസാരിക്കുന്നു. പുതിയ സ്വപ്നങ്ങൾ, ഒന്ന് നോവൽ പറഞ്ഞു, പുതിയ കവിതകൾ, പുതിയ ചില സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റുക വളരെ ലളിതമായിട്ട്. എനിക്ക് ജബിന് ചിലപ്പോൾ അറിയുണ്ടായിരിക്കാം, ഭൂമിയിൽ എൻ്റെ പേരിൽ 1 സെൻറ്റ് സ്ഥലമോ വീടോ ഒന്നുമില്ല. കഴിഞ്ഞ ഈ ദൃശ്യമാധ്യമ പ്രവർത്തന മേഖല എനിക്ക് സമ്പാദ്യമൊന്നും തന്നിട്ടില്ല. അനേകം സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണമൊന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ അത് വെച്ച് കാശുണ്ടാക്കുന്ന പലരും ഉണ്ടാകാം. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ ഉപയോഗിക്കപ്പെട്ട് പണമുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലില്ല, ആ കൂട്ടത്തിൽ എൻ്റെ പേരില്ല. അതുകൊണ്ട് തന്നെ പല വാടക വീടുകൾ തോറും മാറി മാറി സഞ്ചരിച്ച് പോകുന്നിടത്തൊക്കെ പുസ്തകക്കെട്ടുകൾ ചുമന്ന് സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന, ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ ജീവിതം അതേപടി തുടരാനാകട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത്. എഴുതാനാകണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒരു വരി എഴുതാൻ കഴിയാത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു പുസ്തകമെങ്കിലും, അല്ലെങ്കിൽ ഒരു ആനുകാലികത്തിലെ മികച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലേഖനമോ കഥയോ കവിതയോ വായിക്കാനായില്ലെങ്കിൽ ആ ദിവസം എന്നെ സംബന്ധിച്ചിട്ട് വ്യർത്ഥമാണ്. അപ്പോൾ വായിക്കാൻ കഴിയണം, എഴുതാൻ കഴിയണം, യാത്രകൾ തുടരണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരിക്കണം, ഒരു 2 BHK ഫ്ലാറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അതിൻ്റെ മുകൾ നിലയിൽ നിന്നാൽ എനിക്ക് കായൽ കാണണം എന്നുള്ള രീതിയിലുള്ള വന്യമായ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും എളിമയുള്ള രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി ആർദ്രതയെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും അലിവിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിക്കുറിച്ചിങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പാവം സാധുജീവി മാത്രമാണ് ഞാൻ. അതങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വപ്നം. നമ്മുടെ ജീവിതം
ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് അടയാളപ്പെടുത്താനുള്ള ഒരു അധികാരവും അവകാശമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊരാൾ ജീവിക്കുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല. മറ്റൊരാൾ സ്വപ്നം കാണുന്ന പോലെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അളവും അതിരും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് പറഞ്ഞത്. ഈ പനമ്പിള്ളി നഗറിലെ ഫ്ലാറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ജീവിതത്തിലെ ഈ പറഞ്ഞ അങ്ങനെയുള്ള നിക്ഷേപങ്ങളോ ഒന്നും മോഹിപ്പിക്കാത്ത ഒരു ജീവിത വഴികളിലൂടെയാണ് സുബിഷേട്ടൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അല്ല, അത് ഞാൻ ഒറ്റക്കാര്യം കൂടി പറയാം. ജീവിതം എന്നെ ഇപ്പോൾ പണ്ടത്തേതുപോലെ ഭ്രമിപ്പിക്കുന്നില്ല. ഭ്രമം എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ. ഇപ്പോൾ ചാനലിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത്, വാർത്താ അവതാരകനായിരുന്ന കാലത്ത്, ഈ പുറത്തൊക്കെ നമ്മൾ ചർച്ചകൾക്ക് പോകുമല്ലോ, വലിയ ആൾക്കൂട്ടമായിരിക്കും, ഈ ചർച്ച ലൈവായിരിക്കും. ഇത് കഴിഞ്ഞ ഉടനെ ഈ ആൾക്കൂട്ടം വന്ന് നമ്മളെ പൊതിയും, സെൽഫി എടുക്കും. അപ്പോൾ ഇതിലൊക്കെ വല്ലാതെ ഞാൻ അഭിരമിച്ചു പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതാണ് ലോകം, ഈ ആൾക്കൂട്ടമൊക്കെ എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. അങ്ങനെ ഒരു മണ്ടനായിരുന്നു ഞാൻ. ഇപ്പോൾ പക്ഷേ അതൊക്കെ വിട്ട് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ, കുറേ കൂടി ഗൗരവമായ ആ വായനയിലേക്ക് ഞാൻ എത്തിപ്പെട്ടപ്പോൾ എനിക്കിതൊന്നും എന്നെ ആഹ്ലാദിപ്പിക്കുന്നില്ല. ആ ഭ്രമം എന്നിൽ ഇല്ലാതായിരിക്കുന്നു. വളരെ സ്വച്ഛത, ശാന്തം, എളിമ, വിനയം, അത്തരം പദങ്ങളോടാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ഇങ്ങനെ പതുക്കെ പോയാൽ മതി. എന്തിനാണ് ഈ തിരക്കിട്ട് പോകുന്നത്, അല്ലേ? വീട് പണിയാൻ വേണ്ടി ലോൺ എടുക്കുന്നു, അതിൻ്റെ EMI അടക്കുന്നു. കാറ് മേടിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നു, അതിൻ്റെ EMI അടയ്ക്കുന്നു. അങ്ങനെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ലോൺ എടുക്കുന്നു, EMI അടയ്ക്കുന്നു. വീണ്ടും ലോൺ എടുക്കുന്നു, EMI അടയ്ക്കുന്നു. EMI തെറ്റുന്നു, നമ്മൾ ടെൻഷൻ അടിക്കുന്നു, നമുക്ക് BP കൂടുന്നു, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, ഇതിൻ്റെ മരുന്നുകൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. 3 നേരവും ഭക്ഷണം കഴിക്കുന്നു, വിസർജിക്കുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, വിസർജിക്കുന്നു. ഒടുവിൽ നമ്മൾ ചത്തുപോകുന്നു. നമ്മൾ ശാന്തമായിട്ട് ജീവിച്ചാലും ചത്തുപോകും, ആർദ്രതയോടെ ജീവിച്ചാലും ചത്തുപോകും, ബഹളം കൂട്ടി ജീവിച്ചാലും ചത്തുപോകും, മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷനൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് ജീവിക്കാമല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ചിലപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ 2 രീതിയിലുള്ള നദികളും ഇവിടെ ഒഴുകട്ടെ, രണ്ടും കൂടിക്കലരാൻ നിർബന്ധിതമാകുന്നൊരവസ്ഥയാണ് ഏറ്റവും ഭീതിതമായിട്ടുള്ളത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ ആപേക്ഷികമാണ്, എല്ലാവരുടെ ഇഷ്ടങ്ങളും ആപേക്ഷികമാണ്. അതുപോലെ തന്നെ തുടരട്ടെ. അങ്ങനെയുള്ളൊരു ജീവിതം നമുക്കിനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മൾ 2 പേരും കൂടുമ്പോൾ സംഭവിക്കാനിടയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പാട്ടാണ്, മറ്റൊന്ന് കവിതയാണ്, സിനിമ ചർച്ചകളാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും സുബിഷേട്ടൻ്റെ ഇഷ്ടപ്പെട്ടൊരു കവിത, പ്രത്യേകിച്ച് ഇതിൻ്റെ പേര് മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയ എന്നാണ്. ആ മൂഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭാനുമതി ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംതൃപ്തി, അത് ചിലപ്പോൾ തമാശ പറയുന്ന ഇൻ്റർവ്യൂകളുണ്ട്, വളരെ ചിരിച്ചു മറിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്, അതല്ലെങ്കിൽ ടെക്നിക്കലായിട്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ള അജയൻ അഡാട്ട് വന്നിരുന്നു. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സിംഗ് സൗണ്ടിനെ പറ്റിയിട്ട് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ പല ജീവിത പരിസരങ്ങളിലൂടെ, പല ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികൾ, പ്രതിഭകൾ ഒക്കെ ഇവിടെ ഈ മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയയിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവങ്ങളിലൂടെ, ജീവിതത്തിലൂടെയൊക്കെ ആയിരുന്നു ഈ ഒരു പോഡ്കാസ്റ്റ് കടന്നുപോയിട്ടുള്ളത്, നമ്മുടെ യാത്ര. അപ്പം മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയയിൽ സുബിഷേട്ടന് തരാനുള്ള ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കവിതാ രൂപത്തിൽ ഞങ്ങൾക്ക് വേണം. മൂഡ് ഓൺ തന്നെയായിരുന്നു, ഓഫായിട്ടില്ല ഇത്രയും സമയം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ തന്നെ കവിത ഞാൻ ചൊല്ലുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരുടേതാണ് തീർച്ചയായിട്ടും. 2-3 വരിയിൽ അവസാനിക്കുന്ന ഒരു കവിതയും കൂടി ആവണമല്ലോ. നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. ഞാൻ വിജയലക്ഷ്മി ടീച്ചറുടെ ഒരു 2-3 വരികൾ ചൊല്ലാം. നിന്നെക്കുറിച്ചെഴുതാനോ നിലാവിൻ്റെ പൊന്മഷി വേണം, എനിക്കീ പ്രപഞ്ചവും മിന്നൽ ഇടിമുഴക്കങ്ങൾ മഴ വെയിൽ, നിന്നെക്കുറിച്ചൻ വികാരമാണൊക്കെയും. ആകാശനീലമോ നിന്റെ സിംഹാസനം, ആഴിയിൽ നിന്റെ നാമോച്ചാരണസ്വനം, ഞാൻ അടിവയ്ക്കുമീ മണ്ണിൽ ഓരോ തരിച്ചോടിലും നിന്റെ സ്നേഹാക്ഷരാലിംഗനം. അസ്തമയത്തിൽ നിന്നാത്മാഗ്നി
പാതിരാ നക്ഷത്രമണ്ഡലം നിൻ ശുഭസ്പന്ദനം, വായുവിൽ നിന്റെ സന്ദേശം, ജലത്തിലോ ജീവനേകുന്ന സ്വച്ഛം തരാഗാമൃതം. ഓമനേ നിൻ മുന്നിലെന്നെ വെച്ചിങ്ങനെ മാറി നിൽക്കുന്നു ഞാൻ, സ്വീകരിക്കില്ലയോ. ഓമനേ നിൻ മുന്നിലെന്നെ വെച്ചിങ്ങനെ മാറി നിൽക്കുന്നു ഞാൻ, സ്വീകരിക്കില്ലയോ. ഈ വരികൾ സ്വീകരിക്കുക. മീഡിയ പീഡിയയ്ക്ക്, ജെപ്പിന്, എല്ലാവർക്കും നന്ദി. കവിക്ക് സ്വന്തം കവിത വായിക്കാനാണ് മടിയുള്ളത്, പക്ഷെ കേൾക്കുന്ന ആൾക്ക് ഒരു അനുവാചകനെ സംബന്ധിച്ച് അത് വായിക്കാൻ വളരെ ഇഷ്ടം. അപ്പോൾ സുബീഷേട്ടൻ്റെ ഒരു കവിത വെള്ളാർമല GVHSS എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത, അത് ഞാൻ വേറൊരു അവസരത്തിൽ വേറൊരു ചാനലിന് വേണ്ടിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ചൊല്ലുകയല്ല, അതിങ്ങനെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കൽ കൂടി നമ്മുടെ ഈ സെഗ്മെന്റിന് വേണ്ടിയിട്ട് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പുസ്തകം എന്ന കവിതയാണ്. പ്രണയത്തിൻ്റെ, നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെ അടർന്നു വീഴുന്ന വരികളാണ്. പുസ്തകം. വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ച പഴയ പുസ്തകങ്ങളിലൊന്നിൽ അവളുടെ പേരും ഒപ്പും. വീട് മാറിപ്പോകവേ ഉപേക്ഷിച്ചതാകുമോ അതും. മറിച്ചു നോക്കി അവൾ മറിച്ച അതേ താളുകൾ, വിരൽത്തുമ്പിലെ വിയർപ്പ്, പ്രേമം. ആ പുസ്തകം വേണമോ എന്ന് വിൽപ്പനക്കാരൻ. വില കൊടുത്ത് മടങ്ങി. വീടെത്തും വരേക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തിരിഞ്ഞൊന്നു നോക്കി പുസ്തകം മാറോടടുക്കി. അന്ന് അവൾ നടന്നകന്ന പോലെ. പിറന്നാളിന് എൻ്റെ സമ്മാനമായിരുന്നു അത്. പുസ്തകം ചോദിച്ചു, ഒന്നും മറന്നിട്ടില്ല അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സുബീഷേട്ടൻ്റെ കവിതകളിൽ ഒരു കവിതയാണ്. എന്തായാലും ഇനിയും നമുക്ക് സൗഹൃദത്തിൻ്റെ ഈ പാലത്തിലൂടെ കണ്ടുമുട്ടാൻ കഴിയട്ടെ. മീഡിയ പീഡിയയിൽ അതിനുള്ള ഇടം ഇനിയും ഒരുങ്ങട്ടെ. തീർച്ചയായും. വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.